നീ നമ്മളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ആശീർവദിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ള പുന്നപ്പറ സന്ധിഭവന്റെ എല്ലാമായിരിക്കുന്ന ഫാദർ ഇനാശു ചിറ്റിലപ്പള്ളി, അതുപോലെ ആൽബിൻ, അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഫാദർ. എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിടത്തു നിന്ന് എഴുന്നേറ്റ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് പോലെ ദൈവം ഈ ലോകത്തിലെ അശരണരായിട്ടുള്ള മനുഷ്യർക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടി ഏൽപ്പിച്ച ഒരിടനിലക്കാരനായി ബ്രദർ ആൽബിൻ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. 170ഓളം ആരോരുമില്ലാത്ത, എന്നാൽ നല്ല ബോധമില്ലാത്ത മലയാളികൾ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾ പോലെയും അവരെയും പരിചരിക്കുന്ന, ഞാൻ ആൽബിൻ അവരെ കുറിച്ച് നിങ്ങളോട് കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു. നമ്മളുടെ കുട്ടികളുടെ പിറന്നാള്, അച്ഛനമ്മമാരുടെ ഓർമ്മ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇതുപോലെയുള്ള ധർമ്മസ്ഥാപനങ്ങളിൽ അന്നദാനം നടത്തണമെന്നാണ് ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അനേകം നമ്മുടെ പരിസരത്ത് ബാലമന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഇതുപോലുള്ള അക്ഷരരെ പാർപ്പിക്കുന്ന ഇടങ്ങൾ, ഇവിടേക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ പാടുപെടുകയാണ്. വിദേശ ഫണ്ട് ഇല്ല, പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആശ്രമങ്ങൾക്ക്, അഭയകേന്ദ്രങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ബ്രദർ വിളിക്കുമ്പോഴെല്ലാം അവിടുത്തെ പരിപാടിക്ക് പോകും. എനിക്ക് വെറും കൈയോടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു ചാക്ക് അരിയെങ്കിലും കൊണ്ടുപോയെങ്കിലേ എൻ്റെ മനസ്സിനൊരു തൃപ്തിയുള്ളൂ. ഞാൻ അവിടെ പോകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ബ്രദറിനെ നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ ക്ഷണിച്ചാൽ അദ്ദേഹം വരും. പക്ഷെ അദ്ദേഹത്തിന് ഷാൾ അണിയിച്ച് നിങ്ങൾ പൈസ കളയാതെ, വലിയ ഷീൽഡ് കൊടുത്ത് അദ്ദേഹത്തെ അനുമോദിക്കാതെ, അദ്ദേഹം പറയുന്നത് 10 സോപ്പ്, 10 തോർത്ത്, 10 മുണ്ട്, ഷർട്ട്, ഇതൊക്കെ നൽകുകയാണെങ്കിൽ ആശ്രമത്തിലെ ആളുകൾക്ക് നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയും. നമ്മളൊക്കെ 3 നേരം ആഹാരം കഴിക്കുന്നതിന് പകരം 5 നേരം കഴിക്കുന്നവരാണ്, സുഭിക്ഷമായി കഴിക്കുന്നവരാണ്. അതിലേറെ നമ്മൾ കളയുന്നവരാണ് ആഹാരം. നമ്മൾ കളയുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്കറിയില്ല. ഒരു നേരം കിട്ടാത്ത ആളുകൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള മഹത്തമായ ആ വാക്കിൻ്റെ ആശയം. അതാണ് നമുക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പരിസരത്തുള്ള ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. നമ്മുടെ അടുത്തു നിൽക്കുന്ന അനുജനെ കാണണമെങ്കിൽ അകക്കണ്ണുണ്ടാകും. അക്ഷികളില്ലാത്തവരെന്നാണ് പറയുന്നത്. നമുക്ക് അത്തരം ഒരു നല്ല മനസ്സുള്ള കണ്ണുള്ള ഒരാൾക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ട് സഹായിക്കാനുള്ള മനസ്സ് എല്ലാവരിലും ഉണ്ടാകട്ടെ. പുന്നപ്പറയിലേക്ക് എന്നോടൊപ്പം വരണമെന്ന് നിങ്ങൾ പറയുകയാണ്, അപ്പം ഞാൻ റെഡിയായിരിക്കും. പക്ഷെ ഒരു ചാക്ക് അരിയെങ്കിലും എൻ്റെ കൂടെ എടുത്തുകൊണ്ട് വേണം വരാൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം അതിന് തയ്യാറായി അങ്ങോട്ട് പോകണം, ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, 1 ചാക്ക് അരി, 2 ചാക്ക് അരി, നമുക്കൊരു 10 ചാക്ക് അരി കൊണ്ടുപോകാൻ കഴിയും. 10 പേര് വിചാരിച്ചാൽ 10 ചാക്ക് അരിയൊന്നും ഒരു വിഷയമല്ല. പക്ഷെ 2 ദിവസം സുഖമായിട്ട് അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റും. വിശക്കുന്നവന് മാത്രമേ ഈ വിശപ്പിന്റെ വില അറിയുള്ളൂ. വിശക്കുന്നവർക്ക് കൊടുക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. നീ ഉണ്ടില്ലെങ്കിൽ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും ഉടുപ്പിക്കണം. ഇത്തരം മഹത്തരമായ വചനങ്ങൾ ലോകത്തിന് നൽകുവാൻ ഗുരുക്കന്മാർക്ക് കഴിയും. നമ്മൾ ഏത് ഗുരുവിനെ സ്വീകരിച്ചാലും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.
എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കും, എന്ന് സംശയമൊന്നുമില്ല. മറ്റൊന്നിനെയും തള്ളിപ്പറയാതെ നിന്ദിക്കാതെ ഒത്തുചേർന്ന് പോകുമ്പോഴാണ് ലോകം നന്നാകുന്നത്. നാരായണ ഗുരുദേവൻ തന്നെ പറയാണ്, മക്കളെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിക്കരുത്. മാടുകളെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന പോലെയാണ് പെൺകുട്ടിയെ കെട്ടാൻ ചെല്ലുന്നവൻ സ്ത്രീധനം ചോദിക്കുന്നതെന്ന്. അവർക്ക് കൊടുക്കാനുള്ളത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ രസീത് കൊടുത്തേക്കാനാകുക. കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ധനം കൊണ്ടുവന്ന് ജീവിക്കാമെന്ന് മോഹിക്കുന്നത് തന്നെ ഒരു ആണത്തമില്ലായ്മ. വിവാഹം കഴിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചൊക്കെ ഗുരു പറയുന്നുണ്ട്. മാറാരോഗികൾ വിവാഹം കഴിക്കരുത്. 25 വയസ്സ് പൂർത്തിയാൽ വിവാഹം കഴിച്ചിരിക്കണം. 26ാമത്തെ വയസ്സ് മുതലും ചിലപ്പോൾ വഴിതെറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഗുരു പറയും. 18 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം, പഠിക്കുന്നില്ല, തുടർന്ന് പഠിക്കുന്നില്ലെങ്കിൽ. തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ജോലി 25 വയസ്സിനപ്പുറത്തേക്ക് പോകരുതെന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം. പെണ്ണായാലും ആണായാലും നേരത്തെ സൃഷ്ടിക്കുക, വളർത്തുക. നമ്മൾ മലപ്പുറത്തൊക്കെ ജനസംഖ്യ കൂടിയതിന് കുറ്റം പറയുന്നവരാ. എന്തിനാ അവരെ കുറ്റം പറയുന്നത്? അവരുടെ കഴിവാണെന്ന് എൻ്റെ അഭിപ്രായം. 3 തലമുറയെ ഒരു ജന്മത്ത് സൃഷ്ടിച്ചിട്ടാണ് അവർ മടങ്ങുന്നത്. അപ്പൊ തലമുറയുടെ എണ്ണം കൂടും. വൈ നോട്ട്? എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അങ്ങനെ ചെയ്യാൻ? കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യുക. ഗുരുദേവൻ പറഞ്ഞതുപോലെ നേരത്തെ 25 വയസ്സിൽ വിവാഹം കഴിപ്പിക്കുക, 30, 35, 40 പെണ്ണും ആണും ഒക്കെ നിൽക്കുക. പിന്നെ എങ്ങനെ 3 തലമുറ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും? എന്തുകൊണ്ടാണ്? പഠിക്കാൻ വിടുന്ന സമയത്ത് യഥാർത്ഥ സമയത്ത് പഠിക്കുകയില്ല, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുകയില്ല, മാതാപിതാക്കളെ പരിചരിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. ഇത്തരം കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾ സ്വയം നന്നാകുക, മറ്റുള്ളവരുടെ കുറ്റം കാണാതെ നമ്മുടെ കുറ്റം തിരുത്തുക. അതാണ് പറയാനുള്ളത്. നമ്മുടെ ബ്രദറും വന്നിട്ടുണ്ട്. അവർ ചേർന്ന് ഭദ്രദീപം തെളിച്ച് നമുക്ക് ആശീർവാദം നൽകുന്നതിനായി ഫാദറിനെയും ബ്രദറിനെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. പാവനപ്രഭയം വിളക്കിത സാവധാനമടിയൻ കൊളുത്തുന്നേ, ഭാവബന്ധമോട് സത്യരൂപനാം ദേവാ, നിൻ മഹിമയാർന്ന ഈ കോവിലിൽ പാവനപ്രഭയം വിളക്കിത സാവധാനമടിയൻ കൊളുത്തുന്നേ. പാവനപ്രഭയം വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ, പാവനപ്രഭയം വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ. അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സ്വൽപ്പതേ ഇരുൾ തുരന്നു മെല്ലവേ, ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ. സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമവിഗ്രഹമരീചിതേടുമേ, കോമളപ്രഭ തിളങ്ങണേ വിഭൂ. മാറ്റി നിന്നു മുഖരസം മറച്ചതിൽ പോറ്റി പുൽക്കരുത് ധൂമരേഖകൾ, മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം, കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം. ചുർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്യും വാർത്തിടായിലു എരിഞ്ഞു മേൽക്കുമേൽ നിർത്തതി ചാമിഴിയഞ്ചിടുന്ന മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ, മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ശാന്തി ശാന്തി ശാന്തി. പിറന്നാൾ സന്ദേശം നൽകുന്നതിന് വേണ്ടി ബ്രദർ ആൽബിൻ അവരുകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു ജാതി ഒരു മതം മനുഷ്യർക്ക്, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളതാണ് ശ്രീനാരായണ ഗുരു. ആലപ്പുഴ SNDP പല ശാഖകളിൽ ഞാൻ പോകാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. സ്വാമി അവിടെ എൻ്റെ ജന്മദിനത്തിന് 73ാം ജന്മദിനത്തിന് വന്നപ്പോൾ സ്വാമി ബൈബിൾ വെച്ചൊരു വാക്യം പറഞ്ഞാൽ തുടങ്ങിയത്. അതുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു.
നമുക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ധ്യാനഗുരു തൃശ്ശൂരുള്ള കിൽസന്റെ ചിറ്റലപ്പള്ളി അച്ഛൻ തിരക്കിനിടയിൽ ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് എൻ്റെ ആത്മീയപിതാവാണ്. സ്വാമിനെ കണ്ടപ്പോൾ മുതൽ വരണമെന്നും പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഓടി നമ്മുടെ കൂടെ വന്ന് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പം സ്വാമി പറയുണ്ടായി വിഭാഗം. എൻ്റെ കണക്കുകളിൽ ശരിയാണെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചില വിഭാഗം നടത്താറുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വിഭാഗം സ്വർഗത്തിൽ നടക്കപ്പെടും. അതിന് തെളിവുണ്ട്. ഇപ്പം സ്വാമി പറയുണ്ടായി സ്ത്രീനെ മേടിച്ച് പെണ്ണുങ്ങളെ കെട്ടിക്കുന്നു, ഇപ്പം കണക്ക് പറഞ്ഞ് മേടിക്കുന്നു, കാറ് കൊടുക്കുന്നു, എല്ലാം കൊടുത്ത് സന്തോഷം വരട്ടെ, അത് മക്കൾക്ക് എന്തെങ്കിലും സന്തോഷം വരട്ടെ എന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. ഒരു ദിവസം പോലും കൂടെ താമസിക്കാത്ത പലരെ എനിക്കറിയാം. ഭാര്യ ഭർത്താക്കന്മാർ കോടികൾ മുടക്കിയിട്ട് വീട്ടിൽ ചെന്ന് മധുവിധ ആഘോഷിക്കാൻ ചെന്നപ്പോൾ ചെറുക്കന് പേടി, പെണ്ണിൻ്റെ അടുത്തിയല്ലേ. എൻ്റെ അടുത്ത് വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പെണ്ണിൻ്റെ അടുത്ത് ചിലപ്പോൾ കൈ പറവും, പേടി, മാനസികവും അതല്ല. ഒരാഴ്ച 2 ആഴ്ച കഴിച്ചിട്ടും മാറിയില്ല. അപ്പോൾ ഇത് പെണ്ണ് പറഞ്ഞു ഞാൻ എൻ്റെ പണിക്ക് പോയതെന്ന് അവളവിടെ വഴിക്ക് പോയി. ഇപ്പോഴും ആ പെണ്ണ് കെട്ടാതിരിക്കുക, പാലായിലുള്ള എനിക്കറിയാവുന്ന ഭവനമാണ്. അവൾ പറയും വേറെ കല്യാണം വേണം. പെണ്ണുങ്ങൾ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് 12 കൊല്ലം ജയിൽ ജീവിതം, 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ തെരുവിലും ചില വീടുകളിലൊക്കെ രോഗികളെ നോക്കാൻ നിൽക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ സബ് ജയിലും ജയിലുകളും പണ്ടുള്ള ഇപ്പോഴുള്ള കുറേ പുതിയ മുഖങ്ങളാണ്, നല്ല മുഖങ്ങൾ കാണാൻ പറ്റും. എന്താണ് സന്നിധാനം. ഇതൊരു സന്നിധാനമാണോ? ദൈവസന്നിധാനം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നിച്ച് ചേർത്തിരിക്കുന്ന സ്ഥലമാണ്. അമ്പലത്തിൽ പോയ ദൈവത്തിനെ കാണാം, പള്ളിയിൽ പോയ ദൈവത്തെ കാണാം, അതല്ല. അത് സ്വാമിനെ കണ്ട് പഠിക്കേണ്ടത് പലരും പഠിക്കണം. അത് അച്ഛനെ കണ്ടും പഠിക്കേണ്ടതാണ്. എൻ്റെ മതമാണ് വലുത്, ഞാനാണ് വലുത്, എന്നിൽ കൂടെ ഒരുപാട് കൃപ വരുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് വെറുതെ പറയുന്നതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെവി കോർക്കുന്നില്ല. ദൈവത്തിൽ എന്താ പറയുന്നതെന്ന് ചെവി ഓർത്ത് കേൾക്കുന്നില്ല. ഇച്ചിരി അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ വിൽക്കാം. ഒരാൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ 10 പേരോട് പറഞ്ഞ് അറിയിച്ചുകൊണ്ട് കാശെങ്ങനെ മേടിക്കാം, പിരിവെങ്ങനെ നടത്താം. ഒരു വിശ്വാസിക്ക് പറ്റിയ പണിയല്ലത്. ദൈവം നമ്മൾ ലോകത്തിൻ്റെ ഉടമയായ ദൈവം തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വല്ലൊരു കുറവുണ്ടാവുമോ? ഈ സ്വത്തിൻ്റെ അവകാശിയാണ് നമ്മൾ. ദൈവം നമ്മളെ പരിപാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനാണ് നമ്മൾ. ഈ 29 വർഷമായിട്ട് ആശ്രമം നടത്തുന്ന എനിക്ക് ഇന്ന് ഇവിടെ സ്വാമി ഇവിടെ നിന്ന് കൊണ്ടുവന്ന അരി കഴിഞ്ഞ പ്രാവശ്യം ചട്ടിയാക്കരി കൊണ്ടുവരുമ്പോൾ അത് കഴുകിയിടുമ്പോൾ അതിൻ്റെ അനുഗ്രഹം സ്വാമിക്കും ആ തന്നുവിട്ടവർക്കും ഉണ്ടാവും. അർഹതപ്പെട്ടവർക്ക് കരകളിൽ ഏൽപ്പിക്കണം. സ്വാമി അവിടെ ഞാൻ കോടികളൊക്കെ വരുത്തി വിലപിടിപ്പുള്ള കോടി വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തില്ല. ഈ വലിയ ദൈവ അനുഗ്രഹിച്ചൊരു മകനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അച്ഛൻ എൻ്റെ കൂടെ വരികയല്ല. ഈ അച്ഛനെ സംബന്ധിച്ച് പറയണമെങ്കിൽ പറയാൻ വാക്കുകളില്ല എനിക്ക്. ഒരു ഉപവാസമായിട്ട് കഴിയുന്നത്, ഏത് കിടക്കാവുന്ന നേരത്ത് ഉടുപ്പിട്ടിട്ട് കിടക്കുന്ന ഒരു അച്ഛൻ. അങ്ങനെയുള്ളവരെ കാണാൻ പറ്റുള്ളൂ. ഒരുത്തന് ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ പാലക്കാട് പോയിട്ട് വരുന്ന വഴിക്ക് തൃശ്ശൂർ അപ്പുറം വെച്ച് എൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ചു. ചാലക്കുടി വന്നപ്പോൾ ഞാൻ പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സില്ല. ഒരാൾ എന്നോട് ഇറക്കണമെന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ നിന്ന് എൻ്റെ പേഴ്സിക്കുന്നതിന് അയാളോട് ഞാനെടുത്തില്ലേ, അങ്ങനെയുള്ള ആളല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാനിവിടെ നോക്കിയപ്പോൾ പോട്ടയിലെ ധ്യാനം കഴിഞ്ഞ് കുറേ പേര് കൊന്തയായിട്ട് നിൽക്കുകയാണ് നേരത്ത്. ഞാൻ പറഞ്ഞ് ഈ കാവി കൊണ്ടുപോവാ, കൊന്ത കിടപ്പുണ്ട്. നമ്മുടെ ഈ ശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ, കൊന്തയിട്ട ആളാണെന്ന് ഓർത്തോളൂ. അമ്മച്ചിമാരുണ്ട്, ചില ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞ് എൻ്റെ പേഴ്സ് അടിച്ചു പോയി, എനിക്ക് ആലപ്പുഴ വരെ ഒന്ന് പോകണം, എന്തെങ്കിലും വണ്ടിക്കൂലി തരാമോ, ഒരു ടിക്കറ്റ് തരാമോ? ഇതെല്ലാം തട്ടിപ്പ്. അങ്ങനെയുള്ളവരുണ്ടാവും. ഒരൊറ്റ തട്ടിപ്പ് കാണിക്കുമ്പോൾ എന്നെപ്പോലുള്ളവർ കാര്യത്തിന് വേണ്ടി ഇരുന്നാലും തട്ടിപ്പാണെന്ന് മനുഷ്യൻ്റെ മുമ്പിൽ വിശ്വസിച്ച് വന്നു.
കാരണം തട്ടിപ്പ് നിറഞ്ഞ ലോകം, ഏതാണ് ശരിയാണോ തെറ്റാണോന്ന് അറിയാൻ പാടില്ലാത്ത കാലം. അവസാനം ഞാൻ ചെന്നപ്പോഴേ ഒരു തട്ടുകടയിൽ പോയി നാരങ്ങ വെള്ളം കുടിക്കാൻ പോയി പൈസ ഇല്ല. അവിടെ ചെന്നപ്പോൾ കടക്കാരൻ ചെന്നാൽ ഞാൻ പറഞ്ഞു, ചേട്ടൻ പേഴ്സ് പോക്കറ്റടിച്ച് പോയി എവിടെ വെച്ചാന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് കണ്ടില്ല. അത് സ്ഥിരമുള്ളതാണ് ബ്രദർ. എന്ത് വേണമെന്ന് ചോദിച്ചു. നമ്മൾ നാരങ്ങ വെള്ളം തന്നു. ഇത് കേട്ടിട്ട് കുടിയൻ വന്നിട്ട് ചോദിക്കുക, പേഴ്സ് പോയോ? ഞാൻ പറഞ്ഞാൽ പോയി. എത്ര രൂപ വേണം? ഞാൻ തരാമല്ലോ. ഏത് മതത്തിൽപ്പെട്ടവനാണോ ആരാണെന്ന് എനിക്കറിയില്ല. നാരങ്ങ വെള്ളവും തന്ന് 100 രൂപയും പോക്കറ്റ് വെച്ച് മതിയോ ബഡ്ഡേ കൂടെ യാത്രയിട്ട് കാണാൻ കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. കുടിയൻ്റെ കാശാണെന്നും പറഞ്ഞ് മേടിക്കാതിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റുമോ? കുടിയൻ പോടാ, ഇവിടെ താൻ കുടിയൻ്റെ കാശൊന്നും വേണ്ട, ഞാൻ നല്ലവനായുള്ള ആൾക്കാരുടെ കാശ് പഠി വെറുതെ പറയുന്നതല്ലേ. അനുഭവമാണ് വലിയ സാക്ഷ്യം. വലിയ കുടിയനായിട്ടിരുന്ന് ഞാൻ ആ കുടിയനോട് പറയണത്, ഈ എന്താ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ നിൽക്കും, എനിക്ക് ഭക്തജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ അതല്ല, തക്ക സമയത്ത് ഉപകാരം ചെയ്യുന്നവനാണ് ദൈവതുല്യം സ്നേഹിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും. അവനെയാണ് ദൈവത്തെ പോലെ കാണേണ്ടത്. ആപത്ത് സമയത്ത് സഹായിക്കുന്നവൻ അവനെയാണ് നമ്മൾ കാണേണ്ടത്. അവൻ മതഭേദമായിക്കോട്ടെ. ഞാൻ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് എന്നെ കണ്ടാൽ പേടിപ്പിച്ച് കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ നാട്ടുകാരുടെ കൂടെ ഇരിപ്പട്ടത് ഇരിക്കുന്നു. സ്വാമി ഇല്ലേ, ആലപ്പുഴയല്ലേ, ആലപ്പി വിജയൻ. ഞാൻ പലരെയും വെട്ടിയേയും കുത്തിയേയും ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്തിങ്ങനെ നടക്കുമ്പോൾ കുറേയധികം ആൾക്കാരോടെ കൂടിയിട്ട് എന്നെ അങ്ങ് തീരുമാനിച്ച് കൊല്ലാൻ. അങ്ങനെ ഞാൻ മാനസാന്തരപ്പെട്ട് ധ്യാനമൊക്കെ കൂടി വരുന്ന സമയത്ത് എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിൽക്കണം അവിടെ എന്ന് പറഞ്ഞ് എൻ്റെ അനിയനെ കൊന്നിട്ട് നീ ധ്യാനം കൂടാതെ നടക്കണമെന്നാണ് ചോദ്യം. പിടിച്ചു നിർത്തിയിട്ട് നെഞ്ചിൽ കടാരി കുത്തി ഇറക്കി, എൻ്റെ കുതിരം മുറിച്ച് കളഞ്ഞു. പിന്നെ വെട്ടും കുത്തുമായിട്ട് ഇത് പറയാൻ കാരണം അതിനെപ്പറ്റി പറയാനില്ല, ദൈവസ്നേഹത്തെപ്പറ്റി പറയുകയാണ് ഇരിക്കുന്നത്. ഓലക്കിട്ട് മൂടിയിട്ടു കംപ്ലീറ്റ് രക്തം പോയി. എൻ്റെ ഇറച്ചിക്കടയിൽ ഒരു ടിപ്പ് എന്ന് പേരുള്ള ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി വന്ന് ചോര നോക്കി കുടിക്കുക. അതിലൂടെ വന്നൊരു ഭ്രാന്തൻ എന്നെ മടിയിലേക്ക് തലയെടുത്ത് വെച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുമോ, എൻ്റെ ജീവൻ പോവുക. അത് കഴിഞ്ഞതിന് ശേഷം ഓലക്കിട്ട് മുടി പോലീസ് വന്ന് മാസം എഴുതി SIനെ പോലും വെട്ടിയ ഒരുപാട് കേസ് പ്രതിയായ എനിക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു ഒന്നും ഉണ്ടായില്ല. മരിച്ചെന്ന് ഉറപ്പാക്കി മാസം എഴുതി പോയി. പിന്നെയും ഓലക്കിട്ട് മൂടിയിട്ട് അപ്പം ചെന്ന് സാവു എന്ന് പേരെ അവർ അടുത്ത കടക്കാരൻ ചെന്നിട്ട് മേരിയോട് പറഞ്ഞു, കട അടച്ചിട്ട് പോകണമെങ്കിൽ പറഞ്ഞു, മേരി ആൽബിനെ കൊന്ന് റോട്ടയിട്ടിരിക്കുക, 3 കുഞ്ഞുങ്ങളും ഭാര്യയും കൂടെ വന്ന് ഓലക്കിട്ട് പെറുക്കി മാറ്റി പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിനെ കൊണ്ടുപോയല്ലോ, ഞങ്ങൾക്ക് ഇനി ആരുണ്ട്, 3 മക്കൾക്കും എനിക്ക് ഇനി ആരുണ്ട്, പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും ഞാൻ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ മേരി എനിക്കൊന്നുമില്ല, ആശുപത്രി കൊണ്ടുപോയി. അതുകൊണ്ട് സ്വാമി പറഞ്ഞില്ല, 2ാം ജന്മത്തിൽ നിൽക്കുക. 73 വയസ്സുണ്ടെങ്കിൽ ഏതൊരു അസുഖമില്ലാതെ നിൽക്കുമ്പോൾ 2ാം ജന്മം ഉണ്ടോയെന്ന് പലരും ചോദിക്കും. ശരീരം മുഴുവൻ വെട്ടും കുത്തും ഉരുട്ടലും 2 കൈയും 2 കാലും ഒടിഞ്ഞ് കയ്യെ കമ്പിയിട്ട് നിൽക്കുന്ന എനിക്ക് പറയാനുള്ളത്, മാനസാന്തരപ്പെടുകയും ദൈവം സമ്പത്തൊന്ന് സ്നേഹിക്കുകയാണെന്ന് കാര്യം തരുന്നുണ്ട്. ദൈവത്തിനെ സ്നേഹിക്കുന്ന സമ്പത്ത് തരികയാണെങ്കിലല്ല, സമ്പത്ത് തന്നാലേ ദൈവം സ്നേഹമുള്ളതെന്ന് വെറുതെ പറയുന്നത്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും ഒന്നുമില്ലാത്തവനായിട്ട് ഈ ഭൂമി ജനിക്കുന്നു, ഒന്നുമില്ലാത്തവനായിട്ട് മരിക്കണം. ഒന്നും വേണ്ട ഈ ലോകത്ത്. എനിക്കിപ്പോൾ ഒരു വാച്ചെങ്കിലും സ്വന്തമായിട്ടുണ്ട്, അത് ഞാൻ പെൻഷൻ കിട്ടുന്ന കാശാണ്. സർക്കിൾ ശ്രീരംപിള്ളയുടെ കൊണ്ടുപോയി നട്ടല്ലി ഒട്ടിക്കടിച്ച് ബ്ലാസ്റ്റ് ഇട്ടപ്പോൾ കമ്പനിയിൽ നിന്ന് വീണെന്ന് പറഞ്ഞൊരു ഫാറം പൂരിപ്പിച്ച് 150 രൂപ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ കൂടുതലുണ്ട്, ഇപ്പോൾ 1500 ഉണ്ട്. അതിന് മേടിച്ച വാച്ച ഒരെണ്ണം. സ്വർണ്ണമോതിരം ഉപയോഗിക്കാറില്ല. അച്ഛനെ സാക്ഷി നിർത്തി ഞാൻ ഇട്ടിട്ട് വന്ന ചെരുപ്പ് വ്യഞ്ചരിച്ചതാണ്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? സ്വാമി വിചാരിച്ചാലും ഒരുപാടൊക്കെ കിട്ടും, എനിക്കറിയാം. ഇതുപോലെ രാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരല്ല. ശിവഗിരി മഠത്തിൽ പോകാറുണ്ട്, അവിടെയൊക്കെ പോകാറുണ്ട്. കേരള സന്തോഷ് സാറുടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പോകാറുണ്ട്. ചാത്തുവല്ല PRA. അവിടെയൊക്കെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വലിയ ആൾക്കാരെയൊക്കെ ക്ഷണിച്ച്, സ്വാമി പറഞ്ഞ ആരെയും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരും, എന്നെ വിളിച്ചിട്ടല്ല വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വരും.
അപ്പോൾ അച്ഛനെ കൂടെ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടു വന്നു. അപ്പോൾ കേരളാവധിയിൽ സന്തോഷ് സാറും വന്ന് ഞങ്ങൾ ടീമായി. അപ്പോൾ ജോർജിനോട് പറഞ്ഞ് നമുക്കത് ഷൂട്ട് ചെയ്യണം, കാരണം കാലം കടന്നു പോകും, ഇതൊക്കെ സൂക്ഷിക്കാം. ഒരാൾ ബഹളമോ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കൊരു വലിയ ബഹളം കണ്ടാൽ സ്വാമീനെ ഒന്ന് തുടരണമെങ്കിൽ കുറെ, അത് വെറും തട്ടിപ്പാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ജനവായിപ്പോയില്ലെന്ന് ചിന്തിക്കാൻ പറ്റുക. ഇപ്പോൾ സ്വാമി ഇവിടെ വരുമ്പോൾ കുറച്ച് പേരായിട്ട് നിർത്തിയിരിക്കുകയാണ്, ബോഡി ഗാർഡായിട്ടൊക്കെ നിർത്തി സ്വാമിനെ കൊണ്ടുവരുന്നു, സ്വാമിനെ ഇരുത്തുന്നു, വീശി കൊടുക്കുന്നു. അത് കണ്ട് അവർ തന്നെ കുറേ പേര് സാഷ്ടാംഗം വീഴുന്നു. കണ്ടു കഴിയുമ്പോൾ സ്വാമി വലിയ ആളാണ്, ആൾ കൂട്ടുമുണ്ട്. വെറുതെ തട്ടിപ്പിന് പോകല്ലേ നിങ്ങൾ. സ്വാമി വലിയ ആളാണ്, ഇതാണ് ആള്, ഒറിജിനൽ ആളിതാണ്. പുള്ളി അനുസരിച്ച് കിട്ടും, 100% ഞാൻ പറയാൻ കിട്ടും, ഉറപ്പാണ്. കാരണം ഇത് ഓരോ കാര്യങ്ങളും അത് തന്നെയാണ്. ആളാക്കുന്നതും വലുതാക്കുന്നതും ദൈവമാണ്. ഇവിടെ വലിയ ആളാക്കിയിട്ട് കുറെ കാശുണ്ടാക്കി വലിയ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടോ? വെള്ളത്തിൽ വരച്ച വിലയാണ്. ഒന്നുമില്ലാത്തവനായി ജീവിച്ച് ഒന്നുമില്ലാത്തവനെ മരിക്കണം. എന്നാലേ ഈ കോടികൾ കൊണ്ടുവരുന്നവരോട് പറയാം പോടാതിൻ്റെ വഴിയിലെന്ന് പറയണമെങ്കിൽ സ്വാമി അവിടെ കൊണ്ടുവന്ന് അരിയിട്ട് വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് അനുഗ്രഹം. അല്ലാതെ സ്വാമി കൊണ്ട് അരിയാ അവിടെയൊക്കെ കൊണ്ടിട്ട് ബ്രദറെ ഒരു 5 കിലോ അരിയായിട്ട് വന്നിരിക്കുക, ഞാൻ ചെന്ന് മേടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നൊരു അമ്മച്ചിയോട് പറയുമ്പോൾ പഴയ സാരി കൊടുക്കും. അത് മേടിച്ച് കഴിയുമ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരനുഗ്രഹിക്കുമ്പോഴാണ് അനുഗ്രഹമാകുന്നേ. 5 കിലോ അരിയാ അവിടെ കൊണ്ടിട്ട് ശരി. അപ്പോൾ ഒരു 3 ചാക്ക് അരിയായിട്ട് വന്നതിന് പുറകെ പോകുകയാണ്. ഈ 50 കിലോ ആയിട്ട് ഈ 5 കിലോ ആയിട്ട് അരിയിൽ നിന്ന് നോക്കരുത്, ശ്രദ്ധിക്കുക പോലുമില്ല. അവരെ നിർത്തിക്കൊണ്ട് പറയണം, ഇതാണ് ഞാൻ സ്നേഹിക്കുന്നത്. ദൈവം സ്നേഹമാവുന്നു. എല്ലാ മനുഷ്യരെ ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം, ഈ ദൈവത്തെയാണ് നമ്മൾ അറിയാൻ വേണ്ടി അറിഞ്ഞവരിവിടെ വന്നിരിക്കുന്നത്, അറിഞ്ഞവരാണ് വന്നിരിക്കുന്നത്. സ്വാമിയുടെ കയ്യൊപ്പ് വഴി കിട്ടും, ഈ അച്ഛൻ്റെ കയ്യൊപ്പ് വഴി കിട്ടും. കൊല നടത്തിയ കൈകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ബൈബിളിലൊരു വാക്യം പറയുന്നത്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ തേടിയേ വന്നു. ആര് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുന്നുവോ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. മാനസാന്തരപ്പെടണം. വലതു ഭാഗത്തിട്ട് നിങ്ങൾ അടിച്ചാൽ ഇടതു ഭാഗം അടിച്ചു കൊടുക്കണം. 1 മീറ്റർ നടക്കാൻ പറഞ്ഞാൽ 10 മീറ്റർ നടക്കണം. ക്രിസ്തു പറഞ്ഞതാണ്. കത്തോലിക്ക സഭയിൽ ഞാൻ അച്ഛനെ ഇരുത്തിക്കൊണ്ട് പറയില്ല, കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച് തന്നെ പറയണേ, ഒരാളെ ഭീകര വളർത്തത്തില്ല. കത്തോലിക്ക സഭ എന്നെപ്പോലുള്ള ഭീകര മാനസാന്തരപ്പെടുത്തുന്നതാണ് സഭ. കത്തോലിക്ക സഭ, ലോകം മുഴുവനുള്ള കത്തോലിക്ക സഭ ഭീകര വളർത്തുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയാണ്. വിധവയുടെ ഒരു ചെല്ലിക്കാശിന് വില കൽപ്പിച്ച ദൈവം അവർ അനുഗ്രഹിച്ചെന്നാണ് പറയണത്. കോടികൾ കൊണ്ട് പള്ളി വെച്ച് കൊടുക്കുന്നവരെയല്ല, വലിയ വിലപിടിപ്പുള്ള കാറിൽ അച്ഛന്മാർ സന്ദർശിക്കാനോ മറ്റുള്ളവർ സന്ദർശിക്കാൻ, സ്വാമി സന്ദർശിക്കാൻ വിലപിടിപ്പുള്ള കാറ് കൊടുക്കുന്നവരല്ല. ഒരു വിധവയുടെ ചെല്ലിക്കാശിട്ടപ്പോൾ അതിന് വില കൽപ്പിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞ ആ വിധവ ഒരു ചെല്ലിക്കാശിട്ടിരിക്കുന്നു, അവളെ ഇങ്ങ് വിളിക്കൂ. ഉണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് നാളെ ഒരു സമയത്ത്, എൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ, നാളെ സമയത്ത് പറയണത് ആൽബിൻ ബ്രദർ ജയിലിൽ നിന്ന് വന്നിട്ട് കുറേ കോടികളുണ്ടാക്കി ആ ഹോസ്പിറ്റലിൽ പണിത് വലിയ വലിയ ആളായി കഴിഞ്ഞപ്പോൾ പുള്ളി കാശുണ്ടാക്കാൻ മാർക്കം നോക്കിയ പേരുമായി പ്രത്യേക കാശുമായി. കോടികളുടെ വിലപിടിപ്പുള്ള കാറിൽ യാത്ര ചെയ്യാനും കോടികളുടെ സമ്പാദ്യമുള്ളതല്ല ദൈവാനുഗ്രഹവും ദൈവസ്നേഹവും. പ്രിയപ്പെട്ടവരെ, അവിടെ ദാരിദ്ര്യം, എൻ്റെ ക്യാമറാമാനുണ്ട് ജോർജ്, എൻ്റെ കൂടെ വന്നവരുണ്ട്. അവിടെ പട്ടിണിക്കേട് വന്നപ്പോഴേ ഞാൻ സൈക്കിളെടുത്ത് ലോട്ടറി ആയിട്ട് തെരുവിലേക്ക് ഇറങ്ങി. വേണ്ട നമ്മൾ സൈക്കിളുമായിട്ട് ഞാൻ പോയി വണ്ടാനത്ത് കിഴക്കുവശത്ത് ചെന്നപ്പോൾ ഒരു ഭയങ്കര മഴ വന്നു. അവിടെ വെയിറ്റിംഗ് ഷെഡില്ല, ഒരു മരത്തിൻ്റെ അടി മാറി നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് സുകുമാരക്കുറുപ്പ് എൻ്റെ വീട് തൊട്ട് കിഴക്കുവശമാണ്. പറയാൻ കഥകളുണ്ട്, പത്രക്കാർ എഴുതിയതുമാണ്. ദീപിയെ പോലും വാർത്ത വന്ന മനോരമയുടെ ഫ്രണ്ട് അല്ല കേരളാവധിയിലെ ഫ്രണ്ട് പേജ് വന്നാണ് ഈ പറയുന്നത് സുകുമാരക്കുറുപ്പ് ഞാനുമായിട്ടുള്ള ബന്ധം. അന്ന് സുകുമാരക്കുറിപ്പ് 20,000 രൂപ ഒരാളെ കൊല്ലിയല്ല ചവമെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച കേസ്. ചവമെടുത്ത് ചുടുകാട്ടിൽ നിന്ന് ചവമെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് 20,000 രൂപ മേടിച്ച കാര്യമൊക്കെ ഓർത്തിട്ട് ഇന്ന് ടിക്കറ്റ് വിറ്റിട്ട് 10-200 പേർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. ഇത് ആരും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ലല്ലോ. ഈ കള്ളനോട്ടും അല്ലെ കള്ളപ്പണം വെളുപ്പിച്ച്
50 കോടിയോ 100 കോടിയോ മേടിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ 25% വെച്ച് കൊടുത്ത് മേടിച്ച് കെട്ടിടം വെച്ച് അതിൻ്റെ AC റൂമിൽ ഇരുന്നില്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. സത്യം പറയട്ടെ, ഈ സിരിസന്നിധാനത്തിൽ വെച്ച് ഞാൻ പറയട്ടെ, കരഞ്ഞുപോയി. ഇത്രയും എന്താ ദൈവം അപ്പം പറഞ്ഞ് സംസാരിച്ചെന്ന് പറയുന്നത്, എളിമപ്പെടുന്നവൻ കൈനീട്ടി ജീവിക്കുന്നവരെല്ലാം കൈനീട്ടുകാരാണ്. ധർമ്മക്കാർക്ക് കൈയില്ലാത്ത കാലില്ലാത്ത കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് കൈനീട്ടുന്നത് നീ ധർമ്മക്കാരനാ. നീ ടിക്കറ്റെങ്കിലും വിൽക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി കൈനീട്ടുന്നത് നീ ധർമ്മക്കാരനാണ്. ധർമ്മക്കാരെ നോക്കുന്നവൻ ധർമ്മക്കാരൻ. അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, ഞാനൊരു ധർമ്മക്കാരനാണല്ലോ. കണ്ണീരോടച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ടിക്കറ്റ് മൊത്തം മഴ കൊണ്ട് നനഞ്ഞ് എല്ലാം പോയി. വന്നിട്ട് നോക്കാൻ പറഞ്ഞ് നോക്കിയപ്പം 1,67,000 രൂപ ലോട്ടറി എഴുതിയിട്ടുണ്ടായിരുന്നു. 5,000 രൂപ വെച്ചുള്ള അഴിയാണ്. എന്നാൽ അതിൽ 80 ലക്ഷം രൂപയുടെ ലോട്ടറി ഉണ്ടായിരുന്നു. 80 ലക്ഷം. എന്താ അത് വീഴാഞ്ഞ് എന്താണ്? അവിടെ ഞാൻ ജീവിതത്തിന് ശ്രദ്ധിച്ച് വീണ്ടും തുടർന്നു. പിന്നെ കൊറോണ എല്ലാം മാറി, ആൾക്കാരൊക്കെ സഹായിക്കുന്നവർ ഇങ്ങനെ പോവുകയാണ്. ഇന്നത്തെ ബാങ്ക് ബാലൻസ് 52,000 രൂപ. പെട്രോൾ വേണം, ഞങ്ങളിവിടെ നിന്ന് പോണ യാത്രക്കൂലി വേണം, അവിടെ നിൽക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. ഇതെല്ലാം ദൈവം നടത്തുന്നു. ഈ ദൈവത്തെ കണ്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയപ്പെടില്ല, പൈസ ഓർത്ത് ഭയപ്പെടില്ല. ഇന്ന് ഞാൻ അവിടെ ചെല്ലുന്നു ആരെങ്കിലും കൊണ്ടൊന്ന് കൊടുത്തിരിക്കും. അതാണ് ഓരോ ആശ്രമങ്ങളും നടത്താനുള്ളവരും മനസ്സിലാക്കുക. ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താ ആശ്രമം? വീട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചിമാർ മക്കളൊക്കെ വിദേശത്തായിട്ട് അവരുടെ വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് കാശ് കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊടുത്ത് ഒരാളെ ഏൽപ്പിക്കാൻ പറയുമ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ ഭക്ഷണത്തിന് വന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തർ പാവപ്പെട്ടവർ നേർച്ചയായിട്ട് അന്നദാനം കൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ ഈ പാത്രമായിട്ട് നിന്ന് കരയാ, എൻ്റെ മക്കളൊക്കെ വിദേശത്താണ്, ഞാൻ മൂത്രമൊഴിക്കും ടൂറൊന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകാതെ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടും ആ ശാപം. അതുണ്ടാകരുത്, അതുണ്ടാകാൻ പാടില്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ ആരുപോലും ഇല്ലാത്തവരെ, കൈകാലില്ലാത്തവരെ, കിടപ്പ് രോഗികളെ, ക്ഷയരോഗികളെ, ധർമ്മം തെണ്ടിയിട്ട് വഴി കിടക്കുന്നവരെ, അവരൊക്കെ കാശൊക്കെ കുടിയന്മാരെടുത്തിട്ട് പോകും. അവരെയൊക്കെ കൊണ്ടുവന്ന് ദൈവത്തെ പോലെ സ്നേഹിക്കുമ്പോൾ ഞാൻ രോഗികൾ കിടക്കുന്ന, കൈ കാലില്ലാത്തവർ കിടക്കുന്ന പെണ്ണുകൾ അമ്മച്ചിയൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തൊഴുതിരിക്കും അപ്പച്ചന്മാർ. ഞാനവിടെ ചെല്ലുമ്പോൾ ഉടനെ വയ്യാത്ത അപ്പച്ചന്മാരൊക്കെ എഴുന്നേറ്റിരിക്കുന്ന സ്തുതി പറയുമ്പോൾ എന്തൊരു അനുഗ്രഹമാണ് കിട്ടുന്നത്. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കാലൊക്കെ തൊട്ട് വന്നിരിക്കും. വേണ്ട, അങ്ങനെ ആയിരിക്കണം ഓരോ ആശ്രമക്കാരും. വിദേശത്ത് യാത്ര ചെയ്ത് കോടികൾ സമ്പാദിച്ച് അനാഥ മന്ദിരമാണ്, ആരുമില്ലാത്തവരെ താമസമെന്നും പറഞ്ഞ് വിദേശങ്ങളിൽ പോയി പണ്ട് ശേഖരിക്കുന്നില്ല. ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ പാവപ്പെട്ടവർ പേരും പറഞ്ഞ് 4-5 നില കെട്ടിടം പണിതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നിങ്ങൾക്ക് ദുരിതം, ഓരോരുത്തർക്കും ദുരിതം. നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവം നിന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകത്തില്ല. ഇന്നും എല്ലാ ജാതി മതസ്ഥരും പറയുന്നത് എന്താണ്? സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഈ സ്വർഗവും നരകമുണ്ടെന്ന് പറയുന്നവർ ചാവം മേടിച്ചു കൊടുക്കാനായിട്ട് ആശ്രമം നടത്തി പെൺപിള്ളേരെ കെട്ടിക്കാൻ നിവൃത്തിയില്ല. അവരെ കൊണ്ടുവന്ന് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അത് നോക്കുന്നതിൽ പ്രശ്നമില്ല. ആരും ഇല്ലല്ലോ, കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ല. അപ്പനും പ്രായമായി നിൽക്കുന്നു. അങ്ങനെ ആരും ഞാൻ കാണുന്നില്ല. ഒരു പെണ്ണിന് മാനസിക രോഗം, കാണാനുള്ള സുന്ദരിയാണ്, ഡോക്ടർക്ക് പഠിച്ചതാ. അവൾക്ക് പെട്ടെന്ന് തലയിലെന്തോ പറ്റി, അവളെ കൊണ്ടുവന്ന് ആക്കിയ എത്ര 1 കോടി രൂപ, ഒരു 50 പവൻ്റെ സ്വർണം കെട്ടിക്കാനായിട്ട് ലോക്കറി വെച്ചിട്ടുണ്ട്, അത് തരാം. അവിടെ ഒരു 50 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്, അതും തരാം. എടുക്കാവോ? ഇറങ്ങണ വെളിയിൽ ഇന്ന് പറയാൻ തേറുള്ള എത്ര ആശ്രമങ്ങളുണ്ടാവും. പക്ഷെ ആൽബിയും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അച്ഛൻ എൻ്റെ കൂടെ ഇരിക്കുന്നത്. മാസങ്ങളാലും എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു നിൽക്കുക. എൻ്റെ ആത്മീയത കുറ്റിക്കളിച്ചൻ പോയതിന് ശേഷം അച്ഛൻ തന്ന് ഞാൻ എല്ലാ ദിവസവും കുർബാന നടത്തിയപ്പോൾ കാല് ചുംബിക്കുന്ന മനുഷ്യൻ ഞാൻ. എന്താ കാര്യം? നമ്മുടെ അധ്യാപകരാണെങ്കിലും മാതാപിതാക്കന്മാരാണെങ്കിലും ഇതുപോലെ സ്വാമിയാണെങ്കിലും അവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ്
അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നിറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ദൈവഹിതം പോലെ ഞാൻ IMS 19 വയസ്സിൽ സെമിനാരി വിദ്യാർത്ഥികളായിട്ടിരുന്ന സമയത്ത് സെമിനാരി വിദ്യാർത്ഥികളെ നോക്കുന്ന ഒരു അച്ഛൻ്റെ കൂടെ IMS സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ 60 അച്ഛന്മാർ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ മേലി ഒരു പാവാടയും ബ്ലൗസ് ഇട്ട് പള്ളി വരും. ഇപ്പോൾ സ്ത്രീധനപ്പണം ചോദിക്കുന്നവർക്ക് മറുപടിയായിട്ട് പറയാം, ഒരു പാവാടയും ബ്ലൗസുമായിട്ട് പള്ളി വരുമ്പോൾ ഞാൻ അൾത്താരവാലനായ ഞാൻ 20 വയസ്സ് കഴിഞ്ഞ് 21 കടന്നിട്ടുള്ളൂ. എനിക്ക് ഈ പെണ്ണിനോട് വലിയ ആഗ്രഹം. പാവാടയും ബ്ലൗസും ഇട്ട് വന്ന് പള്ളിയിൽ വന്ന് കുർബാന സ്വീകരിച്ചിട്ട് ഒരേ പാവാടയും ബ്ലൗസും മാസങ്ങളായിട്ട് എടുക്കുന്ന പെണ്ണെ കണ്ടപ്പം കടപ്പുറത്ത് അപ്പൻ്റെ തല്ലിക്കൊന്ന് കടലിലായി ഒറ്റവെച്ചൊരു കടപ്പുറത്ത് ചവാടിഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആൺപിള്ളേരും ഒരു പെണ്ണിനെ പ്രസവിച്ച് 41 ദിവസമായിട്ടുള്ളത്. അപ്പം കടലിൽ വീണ് ചത്തെന്ന് പറഞ്ഞ് കൊട്ട എടുത്തുകൊണ്ട് അന്ന് ഓല കൊണ്ട് കൊട്ടമടയും കൊട്ടയായിട്ട് കടപ്പുറത്ത് ചെല്ലും. അപ്പോൾ എൻ്റെ കൊട്ടയെടുത്ത് കടലിലെറിയും, കൈ പിടിച്ച് തിരിക്കും. അപ്പോൾ അന്ന് ഞണ്ടുണ്ടാവും, ഞണ്ട്. അന്ന് ഇപ്പം വിദേശത്ത് കയറ്റി മതിയാൽ ഞണ്ടിനൊക്കെ വിലയില്ല. അന്ന് ഞണ്ടൊക്കെ പെറുക്കി കളയും. കൂന്തൽ പെറുക്കി കളയുമ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ മഷി കളഞ്ഞിട്ട് ചുട്ടു നിന്നിട്ടുള്ളവരെ ഞണ്ടൊക്കെ അന്നത്തെ. ഇന്നത് കിട്ടാൻ വഴിയില്ല. മീനും കൊണ്ടുവരുമ്പോൾ എൻ്റെ അപ്പനെ കൊന്ന വള്ളക്കാർ തന്നെ മീനുമായിട്ട് നിറയെ ബത്തിയായിട്ട് വരുമ്പോൾ ഞാൻ ചെന്ന് 2 എണ്ണം പെറുക്കുമ്പോൾ എന്നെ അറിഞ്ഞുകൂടാ. കൈ പെറുക്കി കൈ തിരിക്കുക, ഓടിക്കുക. അവസാനം ചിലർക്ക് കരിയും വള്ളക്കാർ. അതുമായിട്ട് വന്ന് മീനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അടുത്തുള്ള വീട്ടുകാർ കാലണ അരയിടയ്ക്കൊക്കെ മേടിക്കും. മേടിച്ച് കഴിയുമ്പോൾ അത് കൊടുത്തിട്ട് പോണ വഴിക്ക് വീട്ടിൽ കറി വെക്കാൻ അമ്മ പറയാം എന്തെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അരിയും സാധനവും മേടിച്ച് കനൽക്കീട സിനിമ എൻ്റെ കഥയാണ്. അതിൽ ചെറിയ ഭാഗങ്ങളുണ്ട്. തമിഴ് മേരി ആൽബർട്ടിൻ്റെ കഥയാണ് സിനിമ. നെപ്പോളിയൻ സംഗീതജ്ഞർ അഭിനയിച്ചിരിക്കുന്ന കനൽക്കീടം മലയാളം. അത് കഥാപ്രസംഗം കോട്ടയം ടീച്ചേഴ്സിൻ്റെ അനുഭവം എന്നുള്ള നാടകം എൻ്റെ കഥയാണ്. ഒരുപാട് അനുഭവമുള്ളൊരു മനുഷ്യനാണ്. തൃശ്ശൂർ നമ്മുടെ പുത്തമ്പള്ളി നടയിൽ ഒരു ബെഞ്ചിനെ ഇട്ടിട്ട് ഞാൻ അവിടെ പോയി കുർബാനയ്ക്ക് നേരെ കുട്ടികളായിട്ട് വരുന്നവരുടെ മുമ്പിൽ കൈനീട്ടും. അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ വിലപിടിപ്പുള്ള വണ്ടിയിൽ പോകുമ്പോൾ പറയണത്, ചേട്ടാ അന്ന നിങ്ങൾ തന്നെ വിശക്കുന്നൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞ് ബെഞ്ചിനായിട്ടൊരു ക്രിസ്ത്യാനി ആ തൃശ്ശൂർ പുത്തമ്പള്ളി നടയെ കൈനീട്ടുമ്പോഴും അവർ കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ എന്നെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴുള്ള വിഷമം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ കുറ്റവാളിയാകുന്നില്ല മക്കളെ ആരും. ഒരു ഭീകരരാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതമാണ്. നല്ലവനാക്കുന്നതും അനുഭവമാണ്. ഓരോരുത്തരുടെ അനുഭവമാണ് ഒരു മനുഷ്യൻ നന്നാക്കുന്നതും. ഞാൻ നന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവമുള്ളവനെ നന്നാകണം, നന്നായി മറ്റുള്ളവരോട് പറയണം. ഇനി നടന്ന ഞാൻ ആശ്രമം നിർത്തി പാവപ്പെട്ടവർ അങ്ങനെയുള്ളവരെ കൈ കാലും വെട്ടിക്കളഞ്ഞ് ഞാൻ കൈയില്ലാത്തവർ ഭക്ഷണം വാരിക്കൊടുക്കുക, അവനെ വാരിക്കൊടുത്ത് ഞാനും കഴിക്കുമ്പോൾ അവൻ്റെ സന്തോഷം. ഭീകരനാണെന്നും പറഞ്ഞ് നടന്ന് കൊള്ളയും കൊലപാതകമൊക്കെ നടത്തി ജയിലിൽ ചെന്ന് ക്ലീനെ കൂട്ടിയിട്ടതുപോലെ തത്തമ്മയെ കൂട്ടിയിട്ട പോലെ കൂട്ടിലാക്കിക്കൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവൻ്റെ വില മനസ്സിലാക്കുന്നത്. അവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരോ മറ്റാരും ഉണ്ടാകുകയില്ല, ആരും ഉണ്ടാകത്തില്ല. അവനവൻ്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഓരോരുത്തരുടെയും ചുമതലയാണ്. നന്നായിട്ട് ജീവിച്ചാൽ ഇപ്പം എനിക്കറിയാം ജനങ്ങളെന്നെ അംഗീകരിക്കുന്നു. മറ്റതൊക്കെ പിശാചിൻ്റെ ആൾക്കാരാണ്. പിശാചിൻ്റെ ആൾക്കാരല്ല, പിശാചിൻ്റെ തട്ടിപ്പിൽ കൊണ്ടുനടന്ന് പിശാച് ജയിപ്പിക്കുന്ന പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതൊരു മനുഷ്യനെ അംഗീകരിക്കുകയില്ല. ഒരു മനുഷ്യനുണ്ടായാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാവണം. അവനെ കൊണ്ട് ഉദരം ഉണ്ടാകാൻ പാടില്ലെന്ന് 12 കൊല്ലം ജയിലിൽ കിടന്ന് പഠിച്ച കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നന്നായാൽ അവനവൻ്റെ കുടുംബത്തും നാട്ടിലും അറിയപ്പെടും. മനസ്സിൻ്റെ ചിന്താധാരയും നമ്മളത് സമന്വയിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ബ്രദർ ആൽബിനുണ്ടായ ഒരു മാറ്റമാണ്. ആ മാറ്റം മനുഷ്യന് എല്ലാവർക്കും സംഭവിക്കാവുന്ന മാറ്റമാണ്. എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം നടത്തിയ മനുഷ്യൻ അവസാനം ഇപ്പോഴെന്താണ്? ജീവകാരുണ്യത്തിൻ്റെ പരമമായ സത്വം, ഈശ്വരിലേക്കുള്ള സമർപ്പിതമായ ഒരു ജീവിതം,
ഒരു കാലഘട്ടത്തിൽ ചോരയുടെ മണം, കത്തിയുടെ മണം, ആ കത്തിയിൽ ചോര പുരണ്ട കത്തി കയ്യിൽ അമ്മാനമാടിയിരുന്ന ഒരു മനുഷ്യൻ, ആ മണം ഇഷ്ടപ്പെട്ടിരുന്ന, ചോരയുടെ ഗന്ധം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് സാധാരണക്കാരായ മനുഷ്യരെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവൻ ഭ്രാന്തനായാലും അവൻ വീട് വിട്ടു വന്നവനായാലും അവൻ നിരാലംബനായ ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവൻ്റെ മുടി വെട്ടി ഷേവ് ചെയ്ത് കുളിപ്പിച്ച് അവൻ്റെ ശരീരമാസകളുമുള്ള വൃണുക്കൾ അതെല്ലാം തേച്ച് കളഞ്ഞ് അവിടെ മരുന്ന് വെച്ച് കെട്ടി അവന് ഭക്ഷണം കൊടുത്ത് പുന്നപ്രയിൽ തന്നെ മാതൃകയാകുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കാണുകയാണ്. ആ വലിയ മനുഷ്യനാണ് ശ്രീ ബ്രദർ ആൽബിൻ. ഒരു കൈയടി കൊടുത്തേ എല്ലാവരും. എൻ്റെ ബഹുമാന്യനായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ആ കാഷായ വസ്ത്രധാരി ആയിരിക്കുന്ന മനുഷ്യൻ ബ്രദർ ആൽബിൻ, അദ്ദേഹത്തെ കണ്ടാൽ വളരെ സൗമ്യനാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഈ പുന്നപ്ര എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നടത്തുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഭയമായിരുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുമിടുക്കിയായ ഒന്നാം സീറ്റിലിരിക്കുന്ന കുട്ടിയുടെ അത്രയുമുള്ള കാലഘട്ടത്തിൽ ഞാൻ ഒരു KSU പ്രവർത്തകനായി പുന്നപ്ര എന്ന് പറയുന്ന ഈ വളരെ കമ്മ്യൂണിസ്റ്റ് ഏരിയയിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് ഒരു വലിയ ഗുണ്ടയായിരുന്നു ഈ മനുഷ്യൻ. കടാരയുമായി എതിരാളികളെ ഏത് നിമിഷവും ആക്രമിക്കാൻ കഴിയുന്ന ശക്തിയുള്ള, ആരെങ്കിലും നിർദ്ദേശിച്ചാൽ എതിരാളികളെ കുത്തിവീഴ്ത്താനോ വേണ്ടി വന്നാൽ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനോ മനസ്സ് തയ്യാറെടുത്തിരുന്ന ഒരു വലിയ മനുഷ്യൻ ആയിരുന്നു ശ്രീ ആൽബിൻ. ഏത് കുറ്റകൃത്യം ചെയ്യാൻ തയ്യാർ, ഒരു പാർട്ടി പറഞ്ഞാൽ മതി, എന്ത് കുറ്റകൃത്യം ചെയ്യാൻ, കൈവെട്ടാനോ കാലുവെട്ടാനോ കൊല്ലാനോ എന്തിനും തയ്യാർ. കാലത്തിൻ്റെ കുത്തൊഴുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, പല ജാഥകളും നമ്മൾ വരുമ്പോൾ ഞങ്ങളിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഈ പുന്നപ്രയിലും പറവൂരിലൂടെ വരുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ ഞങ്ങൾ അറിയാതെ കൈ പതുക്കെ താഴ്ത്തുമായിരുന്നു. കാരണം ഇദ്ദേഹം നമ്മളെ നോട്ട് ചെയ്താൽ അന്ന് വൈകുന്നേരം നമ്മൾ അടി വാങ്ങിച്ചിരിക്കും, നമ്മളെ തല്ലും, അല്ലെ നമ്മളെ കുത്തും. അപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അവരിൽ ദൈവത്തെ കാണുന്നു. ഞാൻ കൈവെട്ടിക്കളഞ്ഞവനെ ഓർക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പള്ളിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മുട്ടുമെന്നിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ വേല ഇവിടെ തന്നെ ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ചെയ്യണം. നമ്മളതല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിട്ടുള്ള പാവങ്ങൾ നമ്മത്തിൽ കൂടെ, അന്നദാനത്തിൽ കൂടെ. അന്നദാനത്തേക്കൊക്കെ ഉള്ളിൽ വലിയൊരു കർമ്മമില്ല, വേറൊരു കർമ്മമില്ല ഇതിനെപ്പറ്റി വലുത്. എല്ലാവരും, ഞാനൊരു കല്യാണം എറണാകുളത്ത് വിളിച്ച് ഞാനവിടെ ചെന്നപ്പോൾ ഒരാൾ അവിടെ ഡോക്ടർമാരുടെ കല്യാണം അവിടെ ചെന്നപ്പോൾ കോടികളാണ് കല്യാണത്തിന് വേണ്ടി ചിലവാക്കുന്നത്. ചിലവാക്കിയപ്പോൾ എന്നോട് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്നും പറഞ്ഞ് അവിടുത്തെ വന്നു പറഞ്ഞ് അന്ന് ഫുള്ളായിട്ട് ഉള്ള ഭക്ഷണത്തിലുള്ള പൈസ തന്നുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ലൈനിൽ നിന്നപ്പോൾ ഏതെല്ലാം മോഡൽ ഭക്ഷണമാണ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി വേറെ ഐറ്റം, ഡിഷ് മോളി, മറ്റേ മോളി, ഒരുപാട് കറികൾ വേറെ ഐറ്റം. എല്ലായിടത്തും നിൽക്കുക 12,000 പേരുണ്ട്. ഏതെടുത്താലും 2,000 രൂപ. ഒരപ്പോൾ ഇത് ഇറച്ചിയെടുത്താൽ 2,000 രൂപ അവർക്ക് വീട് കഴിഞ്ഞ് ഈ കാറ്ററിംഗുകാർക്ക്. ഒരു മട്ടൻ ബിരിയാണി എടുത്തുന്ന 50 രൂപയെങ്കിലും വേണം ഒരു ബിരിയാണി കൊടുക്കണം. ഒരു 200 രൂപയെങ്കിലും ആവും ഒരു ബിരിയാണി വെച്ച് വരുമ്പോൾ, മട്ടൻ ബിരിയാണി. അതെടുത്താലും എന്താണ് ഈ പറഞ്ഞ 2,000 രൂപ. ഞാൻ നോക്കുമ്പോൾ കോടീശ്വരന്മാരായ പലരും 2 വെള്ളയപ്പോൾ ഒരു മീൻ കൊടുത്ത് കഴിക്കുക. അവർ പറഞ്ഞ ബ്രദറെ ഇതിലേ കിട്ടുള്ളൂ. ഇത്രയും കാശ് സ്വാമി പറഞ്ഞ പോലെ ഇത്രയും അടിച്ചു പൊളിക്കുന്ന ആൾക്കാരെ ഞാനതൊക്കെ കുറച്ചിട്ട് 2,000 രൂപയപ്പം 2,000 രൂപ വെച്ച് ഒരു 1,000 പേർക്ക് എത്ര ലക്ഷം രൂപയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഒരു ഭക്ഷണത്തിനാണ് 2,000 രൂപയാണ്. 1,000 പേർക്ക് എത്രയേ ചിന്തിക്കാൻ പറ്റുമോ? അതിനെല്ലാം അവിടുത്തെ ആഘോഷവും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കുറഞ്ഞത് 1 കോടി രൂപ മുടക്കിയിട്ടുണ്ട്, പൂക്കളെല്ലാം വെച്ചത്. അതാണ് നേരത്തെ സ്വാമി ചോദിച്ചത്, ഇവിടെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, നമ്മൾ ആഘോഷം കുറക്കുക. ഞാനെന്നിട്ട് മേരിനെ ചിലർ ചോദിക്കും, ഒന്നുമില്ലാത്തവനെ കെട്ടിയാൽ എങ്ങനെ ജീവിക്കും? നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ ഉൾക്കൊണ്ട് ആ പെണ്ണിൻ്റെ കഴുത്തെ താലി കെട്ടുക. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം, അല്ല മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന കാര്യമില്ല.
ഏതെല്ലാം ആൾക്കാർ കെട്ടിച്ചാലും മാർപ്പാപ്പ കെട്ടിച്ചാലും മനസ്സിൽ ഇനി എൻ്റെ സ്വന്തമാണ്. ദൈവമേ, ഞങ്ങളെ മരണം വരെ പട്ടയില്ലാതെ ജീവിക്കുവാൻ അനുവദിക്കണേ ദൈവമേ എന്നും പറഞ്ഞ് ഒരുത്തൻ ഒരു പെണ്ണിനെ താലി കെട്ടുന്നുവോ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. അതാണ് എൻ്റെ കഥ. ഈ ഒരു പാവാടയും ബ്ലൗസ് ഇട്ടിരുന്ന പേരിനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ ചെന്നപ്പോൾ ഈ കടപ്പുറത്തുള്ള കൈതത്തൂണാണ് പെരയുടെ തൂണും. കൈതത്തൂണും 2 കൈതത്തൂണ് ഇട്ടിട്ടുണ്ട്. കടപ്പുറത്ത് വെട്ടിയതാണ്. പട്ടിയൊന്നുമില്ല, വല്ല ഓലമടൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പച്ചൻ വള്ളത്തിലെ സ്രാങ്ക, അള്ളപ്പ സ്രാങ്ക. 2 ആൺപിള്ളേരും 4 പെൺപിള്ളേരും. ഈ പെണ്ണപ്പം ഐബസ് വന്നപ്പോൾ കൂട്ടുകാർത്തിയോട് ഞാൻ പറഞ്ഞു, വേടി മേരിന് എനിക്ക് വലിയ താല്പര്യമാണ്, നീ ഒന്ന് പറയാമോ? ഞാൻ കെട്ടാം. 12 കാര്യം ഓർത്തില്ല, നാളത്തെ പറ്റി ചിന്തയില്ല, ഒന്നുമില്ല. അതാണ് ദൈവം സ്നേഹമാകുന്നു, സർവസമ്പന്നരാകുന്നു. ഞാൻ ഒരു ദിവസം പേഴ്സെടുക്കാൻ മറന്നുപോയി. അതാണ് ഒന്ന് പറഞ്ഞേക്കട്ടെ. വണ്ടി കയറി പ്രൈവറ്റ് ബസ്സിൽ കയറി എനിക്ക് എറണാകുളം വരെ പോകണം. പേഴ്സ് എടുത്തില്ല. അപ്പോൾ ഇറങ്ങാമെന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറയും പൈസ എടുത്തില്ല. കണ്ടക്ടർ പറഞ്ഞ് ആൽബിനെ എനിക്കറിയാം പൈസ തരണ്ട. ഒരാളെ പറഞ്ഞ് 1-2 പേര് അയ്യോ ബ്രദർ ഞങ്ങൾ തരാം കാശ്. അപ്പോൾ എറണാകുളം വരെയുള്ള കാശ് കിട്ടി. ഇനി ദൈവം നടത്തിക്കോളെന്ന് പറഞ്ഞല്ലോ. അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തു നിൽക്കുക വണ്ടിയായിട്ട്. കൊണ്ടുപോയി അവിടെ ചെന്നപ്പം സ്വോത്രക്കാഴ്ച പിരിപ്പിച്ചത് 27,000 രൂപ ഒന്നിച്ച് തന്നു കിട്ടും. 10 പൈസ ഇല്ലാണ്ട് പോയതാണെന്ന് ഓർത്തോളണം. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ കേട്ടോ, ഒന്നും പേഴ്സില്ലാണ്ട് നിൻ്റെ നാമത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് 10 പൈസ ഇല്ലാണ്ട് 27,000 രൂപയും പിന്നെ വടിക്കുള്ളി കൊണ്ടുപോകുന്നല്ലോ. ഇത് പറയാൻ കാരണം മനസ്സ് നന്നാകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. ആ മേലിനെ ഒന്നുമില്ലാതെ 1 പവൻ്റെ ചെയിനിട്ട് പൊട്ടുന്ന ചെയിനിട്ട് ഇന്ന് എത്ര പോയിട്ട് സ്വർണ്ണമായിട്ടാണ് ഇവിടെ നിൽക്കുന്നവരോട് ചോദിച്ചാൽ അടുക്കളയിൽ നിന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്ന. അന്ന് കെട്ടിയപ്പോൾ മേരിക്ക് വീടില്ലാത്ത പോലെ ഇന്നൊരു സെൻറ്റ് ഭൂമി എനിക്ക് വേണ്ട. അന്നെനിക്ക് വീട് സ്ഥലം ഉണ്ടായിരുന്നു തങ്കിപ്പള്ളിയിൽ. ഞാൻ പുത്തമ്പരക്ക കുടുംബത്ത് 400 കുടുംബമുള്ള വീട്. അച്ഛന്മാർ 13 പേരുണ്ട്. 20 എൻ്റെ പെങ്ങളുൾപ്പെടെ കന്യാസിമാരുള്ള കുടുംബമാണ് ഞാൻ. 70 പാറായുടെ കുടുംബമാണ് എൻ്റെ അപ്പൻ്റെ വീട്. ബൈജു സിൽവാടം ബൈജു തിയേറ്റർ ഉൾപ്പെടെ ചെമ്മീൻ 10,000 ആൾക്കാർക്ക് പണി കൊടുക്കുന്ന ബൈലാർ, അവിടുത്തെ എൻ്റെ അപ്പൻ്റെ പേര്. അപ്പൻ ആ കുടുംബക്കാരനാണ്. ഒന്നുമില്ലാതെ എൻ്റെ മക്കൾ ഞാൻ ജയിലിലേക്ക് പോയപ്പോൾ കൈ നീട്ടി, അടുത്ത വീട്ടിൽ പോയി ഓല മുടഞ്ഞും കൈ നീട്ടി. എൻ്റെ പഴയ കൂട്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെ ചെന്ന് എൻ്റെ മേരിക്ക് ജീവിതം കൊടുക്കാൻ ചെന്ന്. അവൻ ചത്തുപോത്തേ ഉള്ള ജയിലിൽ കിടന്നിരുന്നു. കാരണം എടുത്തണ്ട പോയത്. കൈകാലം തല്ലി കൊടുത്ത് എടുത്തണ്ടാണ് കോടതിയിൽ നിന്ന് കൊണ്ടുപോയത്. ജീവിതം കൊടുക്കാൻ ചെന്ന് എൻ്റെ പഴയ കൂട്ടുകാർ. ആ കൂട്ടുകാർ പലരും അവിടെ വന്ന് ധർമ്മത്തിന് വരുമ്പോൾ ഒപ്പത്തിരുന്ന് ഭക്ഷണം കൊടുത്ത് മേലിനെ വിളിച്ച് കാണിക്കും. ജീവിതം തരാൻ വന്ന ലക്ഷ്മണൻ വന്നിട്ടുണ്ട്, പോയി ചെന്ന് കാണുന്ന പറയുമ്പോൾ അവൾ എനിക്ക് കാണണ്ട. അവൾ ചോദിക്കും, ചേട്ടന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അത് മതി. നീ ശത്രുക്കളെ സ്നേഹിക്കണം. ഈ ഭൂമിയിൽ ആരോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. ഒരുത്തനെ കൊന്നിട്ട് ചോരക്കിടന്ന് പിടക്കുമ്പോൾ അവൻ്റെ കത്തി ഊരി കൈ പിടിച്ചുകൊണ്ട് പോലീസും പട്ടാളവും നിൽക്കുന്ന സമയത്ത് ചാപ്പിപ്പോയി കള്ളെടുത്ത് നിന്ന് വായിലൊഴിച്ച് കലക്കി ചാരായത്തിലൊഴിച്ച് കുടിച്ചുകൊണ്ട് പൊടിയിലൊക്കെ വന്നിട്ട് നിൽക്കുന്ന എന്നോട് പറഞ്ഞ്, സർക്കിൾ SIയുടെ വീട് കയറി വെട്ടി ചോര ചാരായത്തിലൊഴിച്ച് കുടിച്ച ഞാൻ എൻ്റെ ഭാര്യനെ പിടിക്കാൻ ചെന്നവനും എൻ്റെ കെട്ടുതാല് പിടിക്കാൻ ചെന്നവനും എനിക്ക് പോനെ ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് ദൈവത്തിൻ്റെ അരൂപി സ്നേഹം പരിശുദ്ധാത്മാവല്ലാതെ പറ്റിയില്ല. ഈ ലോകത്തോട് ആരെയും ക്ഷമിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയും. ഇതിപ്പോൾ പറയാനുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു പോകും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണ പുനർജന്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പൈസ പോലും സ്വന്തം ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിക്കാൻ ശവപ്പെട്ടി പോലും മേടിച്ച് വെച്ചിരിക്കുന്നവനെ ഞാൻ. ചുടുകാട്ടിൽ ശവം കൊണ്ടുവന്നപ്പോൾ ശവപ്പെട്ടി, ഞാൻ പുണ്യാളാകം പറയില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അച്ഛനറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയുക, അറിഞ്ഞിരിക്കണം. എന്നാലും അച്ഛനൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ജോർജിനൊക്കെ അറിയാം. ഈ ബാബു വരുന്നതും ലക്ഷ്മണൻ വരുന്നതൊക്കെ അവർക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ കർത്താവിനെ കണ്ട ദിവസം മുതൽ
ദൈവത്തെ കണ്ട ദിവസം മുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയും എവിടെയും ദൈവനാമത്തിൽ കൾഷാപ്പല്ല, ദൈവനാമത്തിൽ കൂടുന്നവരെല്ലാം ദൈവാനുഗ്രഹമുള്ള മക്കളാണ്. അവർ ദൈവത്തിൻ്റെ കൃപയുള്ളവരാണ്. അവർ ചെല്ലുന്നിടത്തും ആരുമായിട്ട് കണ്ടുമുട്ടുന്നവർക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും. വാക്കിൽ കൂടെ വാക്ക് മതി. എല്ലാവരും സുഖസൗകര്യമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചെങ്കിൽ ദൈവം ഉണ്ടെന്ന് ആരും വിശ്വസിക്കത്തില്ല. എന്തുകൊണ്ടാണ്? പിച്ചക്കാരുണ്ടാകണം, കുഷ്ഠരോഗികളുണ്ടാകണം, കൈയില്ല കാലില്ലാത്തവരുണ്ടാകണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആകാശത്തെ പറവളം നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പനെ ശേഖരിക്കുന്നുമില്ല. നല്ലവനായ ദൈവം അവരെ നടത്തുന്നു, അത് തീറ്റിപ്പോറ്റുന്നു. നല്ലവനായ ദൈവം, ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്വാമി കേക്കും വെച്ച് മിഠായിയൊക്കെ വെച്ച് എനിക്ക് ആർക്കും തരാത്ത ആ ചിരി മതി, എനിക്ക് അനുഗ്രഹം ഉണ്ടാവും. ഈ സ്വാമിയുടെ 58ാമത്തെ വാർഷികത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് കേക്ക് മുറിച്ച്, അടുത്ത പ്രാവശ്യം ഞാൻ വരുവായില്ലെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൂടുതൽ വിശ്വാസികളാകുക. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ നമ്മളെപ്പോലുള്ള കുറേ പേര് ദൈവവിശ്വാസികളോടാണ്. വചനത്തിലൊരു വാക്ക് പറയുന്നത്, ഏതെങ്കിലും ദേശത്തൊരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ നശിപ്പിക്കരുതെന്ന്. നല്ല മനുഷ്യൻ ഒരാളെങ്കിലും ഉണ്ടാവണം. ഇവിടെ ഞാൻ സ്വാമീനെ ബഹുമാനിക്കുക അനുഗ്രഹമാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാമിയിലുള്ള ദൈവത്തെ ഉൾക്കൊള്ളുക, അനുഗ്രഹം വായിക്കുക, അച്ഛനോട് അനുഗ്രഹം വായിക്കുക, നമ്മളെ സ്വാമിമാരെ കാണുമ്പോൾ ഒരു ബഹുമാനിക്കുക. യാത്രയിലൊക്കെ അവരെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ താടിയും മുടിയുമൊക്കെ വളർത്തി കഴിവില്ലാത്തവരെ കാണുമ്പോൾ ഒന്ന് ഇരിക്കാൻ പറഞ്ഞിരുത്തുക. അവർ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കും മക്കളെ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഇവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ അവരുടെ ആചാരങ്ങൾ ഏറ്റുവാങ്ങി പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. കാശല്ല, മനുഷ്യനാണ് വലുതെന്ന് മനസ്സിലാക്കുക. അനുഗ്രഹമുള്ള മക്കൾ, അനുഗ്രഹമുള്ളവരെല്ലാം പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാർ വീട്ടിൽ കഴിയുന്നതാണ് നമ്മുടെ അനുഗ്രഹം. അവരെയൊക്കെ നേഴ്സുമാരെ ആരെങ്കിലും നിർത്തി നോക്കാൻ നിങ്ങളോടല്ല, ചാനൽ വഴി പറയുക. അല്ലാണ്ട് അവരെ കൊണ്ട് അനാഥമന്ദിരാക്കി കോടികൾ കൊണ്ടേ കൊടുത്ത് അവരെ പീഡിപ്പിക്കല്ലേ. കൊടുക്കാൻ ഇതുപോലുള്ള ആശ്രമങ്ങൾ വളർത്താൻ നിങ്ങൾ ആരും തയ്യാറാകല്ലേ. എന്നിട്ട് ഗ്രാൻഡ് മേടിക്കുക. 48 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഗ്രാൻഡ് കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഇവർക്ക് അനാഥമന്ദിരം ശാന്തി പോലൊരു ഗ്രാൻഡ് തരാനോ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച് പിന്നെ ശ്രമിക്കാറുമില്ല. പോട്ടെ, ഞങ്ങൾ ഗ്രാൻഡ് വേണ്ടി ഞാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്നേക്കാ മക്കളെന്ന് പറഞ്ഞത് എനിക്ക് 73 വയസ്സുണ്ട്. 73 വയസ്സുള്ളവരാരുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് മക്കളെന്ന് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അത് മാത്രം മതി. നിങ്ങളുടെ സ്വാമി പറഞ്ഞത് അവിടെ വന്നുള്ള ഇല്ലായ്മ കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അരിയിട്ട് വെക്കുന്നത് കണ്ടപ്പം സ്വാമിക്ക് സങ്കടം തോന്നിയിട്ട് നിങ്ങൾ വരുമ്പോൾ 2 ചാക്ക് അരി കൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കാതെ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും 2 ചാക്കല്ല, കൂടുതൽ കൊണ്ടുവന്നു. അതിൻ്റെ അനുഗ്രഹം സ്വാമിക്കറിയാം. അതുകൊണ്ട് സ്വാമി എനിക്ക് വേണ്ടി തേടിയിട്ടുണ്ടെങ്കിൽ നന്ദിയോടെ സ്വീകരിക്കും. ഇത് കേൾക്കുന്നവരാണെങ്കിലും നിങ്ങളൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ദൈവം ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ട് അവർ വഴിയായിട്ട് സഹായിച്ചോളും. ഈശോ മിശിഹായുടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സ്നേഹമാവുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്തേ. വളരെ സുദീർഘമായ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആധ്യാത്മികതയിലൂടെ ഭൗതികതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദാനധർമാദികൾ ചെയ്ത് ജീവിക്കേണ്ടത് എന്നും ഈശ്വരൻ ആരോടൊപ്പമാണ് ഉള്ളത് എന്നും വളരെ വിശുദ്ധമായ ഒരു പ്രഭാഷണമാണ് ഫാദർ ആൽബിൻ അവറുകൾ ഇവിടെ നിർവഹിച്ചത്. ഒപ്പം ഫാദർ ഇനാശു ചിറ്റിലപ്പള്ളി, ദൃശ്യ സിനിമയിൽ അച്ഛൻ്റെ ധ്യാനമാണോ കൂടിയെന്ന് ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. അവർ ചിറ്റിലപ്പള്ളി അച്ഛൻ്റെ ധ്യാനമെന്ന് ആ സിനിമയിൽ പറഞ്ഞത്. അപ്പം അന്നേരം മുതൽ അച്ഛൻ്റെ അതല്ലേ മോഹൻലാലും കുടുംബവും പോയ ധ്യാനം ചിറ്റിലപ്പള്ളി അച്ഛൻ്റെ ധ്യാനം എന്ന് ആ സിനിമയിൽ പറഞ്ഞത്. ഞാൻ ഓർത്തിന് ഈ അച്ഛനായിരിക്കും ആ ധ്യാനം നടത്തിയത് എന്ന് വിചാരിച്ചു. സഹോദരങ്ങളെ,
ധ്യാനം എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും കൂടിച്ചേരുന്ന ഒരനുഭൂതിയാണ് ധ്യാനം. ധ്യാനം ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല. അത് മനസ്സിനെയും ബുദ്ധി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവർക്കാണ്. അച്ഛൻ്റെ ഒരു ആശംസാ പ്രസംഗം കൂടി കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിക്കുന്നതാണ്. ഇവിടെ എൻ്റെ ഒപ്പം ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ വന്നതാണ്. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൻ്റെ ഭാഗമായ ശ്രീനാരായണ ഗുരുദേവന് മുൻപ് കേരളക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ കൊച്ചുമകനാണ് ഇവിടെ ഇരിക്കുന്നത്. അനിൽ ദേവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുസ്വാഗതം. അതുപോലെ കേരള കൗമുദിയുടെ ജില്ലാ ന്യൂസ് എഡിറ്റർ സന്തോഷ് സാർ ഇവിടെയുണ്ട്. ഞാൻ മഠത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ കൂടുതലായി കാണാറുള്ളത്. എല്ലാ മതവിശ്വാസികളും ചേർന്ന് സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആൽബിൻ അവറുകൾ. അദ്ദേഹത്തിൻ്റെ മഠത്തിൽ എല്ലാ വിഭാഗം ആളുണ്ട്. ക്യാമറാമാൻ ജോർജ് അവറുകളെ വിനീതമായ സ്വാഗതം. അനിൽ ദേവിൻ്റെ കൂടെ വന്നല്ലേ, പേര് സുധീർ പണിക്കർ, ആലുവ. അദ്ദേഹത്തിന് സുസ്വാഗതം. ഈ പ്രാവശ്യത്തെ ഗുരുദേവൻ അന്തേവാസിയായിട്ടുള്ള പ്രകാശൻ അവറുകളെ സ്വാഗതം. ഇവിടെ ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ള ഗുരുദേവൻ മാസികയിലെ ശിലൈവ ശിവലിംഗം നാ ദ്വിതീയമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഒരു ശാന്തി ശിലയിൽ നിന്ന് ശിവനിലേക്ക് എന്നുള്ളത് എഴുതുന്നുണ്ട്. അത് ഫീച്ചറായിട്ട് പ്രാവശ്യം കൊടുത്തിരിക്കുന്ന ഫോട്ടോ നമ്മുടെ ശ്രീകോവിലെ ശിവലിംഗത്തിൽ ഗുരുദേവന്റെ മുഖം കൊത്തിയ ശിവലിംഗമാണ്. 2 ചിത്രങ്ങൾ ഗുരുദേവൻ മാസിൽ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ ഇവിടുത്തെ ശിവലിംഗം. നാരായണ ഗുരുവിൻ്റെ മുഖം കൊത്തിയ ശിവലിംഗം. നമ്മുടെ മാർഗദർശക മണ്ഡലിലെ അംഗമായിട്ടുള്ള സ്വാമി ഇവിടെയുണ്ട്. സ്വാമിക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആലപ്പുഴ കായംകുളം ഏരിയ കേന്ദ്ര സമിതി അംഗം ആയിട്ടുള്ള രവീന്ദ്രൻ സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് സുസ്വാഗതം. ആലപ്പി വിജയൻ സാർ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. ഇവിടെ പാട്ടും പ്രഭാഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹം ഇവിടെയുണ്ട്. വന്നു ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള ഏവരുമേ നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്തേ. ഫാദറിനെ ഞാൻ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 58ാം ജന്മദിനം ആഘോഷിക്കുന്ന എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ ആഘോഷമല്ല ഇവിടെ നടക്കുന്നത്. ഇത് വ്യത്യസ്തമായ ഒരു ജന്മദിന അനുസ്മരണമാണ്. സാധാരണയുള്ള ജന്മദിനാഘോഷങ്ങൾ എന്താണെന്നും ലോകത്തിൻ്റെ ആഘോഷം എന്താണെന്നും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നടക്കുന്നത് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അത് വിശദീകരിച്ച് സമയം കളയണ്ട. എന്നോട് മിനിഞ്ഞാന്നാണ് ആൽബിനപ്പൻ ഞായറാഴ്ച കൂടി ഉണ്ടോ, അങ്ങനെ സ്വാമിയുടെ ജന്മദിനമുണ്ട്, പോകാം. അപ്പം ഞാൻ ഇന്ന് ഓക്കെ വരാം. അപ്പം ഞാൻ കണക്ക് കൂട്ടിയത്, ഒന്ന് ആൽബിനപ്പനുമായിട്ട് സ്വതന്ത്രമായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഡ്രൈവർ വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോളാം. അങ്ങനെ ഒരു ചിന്തയാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തീർച്ചയായിട്ടും സ്വാമി ആശ്രമത്തിൽ വന്നിരുന്നു. സ്വാമിയെക്കുറിച്ച് അവിടെ വെച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കി സ്വാമിയുടെ പ്രഭാഷണം കേട്ടു. അപ്പം അങ്ങനെ ആ ഒരു ഹൃദയ വിശാലത കാണിക്കുന്ന ആ സ്വാമിയുടെ ജന്മദിനത്തിലേക്ക് വരിക നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇതെൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ഒരു അമ്പല പശ്ചാത്തലത്തിൽ ഒരു സ്വാമിയുടെ ജന്മദിന ആത്മീയ പ്രകാശന ആഘോഷത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ പാലുവായിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അകലെ നിന്നുള്ളൊപ്പം
ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ആത്മീയമായ ഔന്നിത്യമുള്ള ദർശനമുള്ള സന്യാസിയുടെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുകൊള്ളാനാണ് വന്നിട്ടുള്ളതിൽ എന്നുള്ളതിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നു. സന്ദേശമായിട്ട് എനിക്ക് സ്വാമിയോട് എന്ത് പറയണം എന്ന് ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ, കാരണം ഇങ്ങനൊരു പ്രസംഗമോ കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ജന്മദിന സന്ദേശമായിട്ട് എനിക്ക് സ്വാമിയോട് പറയാനായിട്ടുള്ളത് തോന്നുന്നത്, ഹൈന്ദവ വിശ്വാസം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് വലിയ ചിന്തകരും ഒക്കെ പറഞ്ഞു വച്ചിരിക്കുക. അത് ദൈവത്തെ, ഈശ്വരനെ മരണം വരെയുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിലെ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ് സ്വാമി എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിള് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ അന്വേഷണം ഇനിയും അതുപോലെ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടേണ്ടത് ആരാധനാക്രമത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൂജ കർമ്മങ്ങളിലൂടെയൊക്കെയാണ് എന്ന് പറയുന്നതോട് ഒപ്പം തന്നെ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് മനുഷ്യനെ കാണുമ്പോഴാണ്. അത് ആശ്രമത്തോടുള്ള 2, 3, 4, 5 ചാക്ക് അരികളുമായിട്ട് വരുന്ന സ്വാമിക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം ഇനിയും തുടരാനായിട്ട് സാധിക്കട്ടെ എന്നൊരു ആശംസയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ആണെങ്കിലും ദൈവം ഏതായാലും രണ്ടാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈശ്വരൻ 2 പേര് ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിയിൽപ്പെടുന്ന കാര്യമാണ്. ഇല്ല എന്ന് പറയുന്ന മണ്ടന്മാരും കാണുമായിരിക്കും. കാരണം ഇല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്ന മറുപടി, നിനക്ക് കാര്യകാരണ സഹിതം ബോധപൂർവം ഇല്ല എന്ന് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇല്ല എന്ന് പറയുന്നവർ ഉണ്ടായിക്കൊള്ളട്ടെ. എന്തായാലും ആ ഈശ്വരനല്ല, ദൈവം ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഹൈന്ദവ ചിന്താഗതി അനുസരിച്ച് നമ്മൾ പറയുക നീതി 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 നീതി, അതല്ല 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 അതല്ല. പിന്നെ പറയുക ഹൈന്ദവ വിശ്വാസത്തിൽ ഓം. അതെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെയും അക്ഷരങ്ങൾ ചേർന്ന് വിസ്മയമാണ് അവിടെ ഉള്ളത്. അത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ആദ്യവും അന്ത്യവും എന്നാണ് പറയുക. പിന്നെ അതല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവം കാരുണ്യമാണ്, സത്യമാണ്, നീതിയാണ്. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അതിൽ ഒരുപക്ഷെ അധികം പ്രാധാന്യം കൊടുത്ത് കാണാത്ത, ഇപ്പം മഹാത്മാഗാന്ധിജി പറയുക സത്യമാണ്, സത്യമായതുകൊണ്ട് സത്യത്തിലെത്തണമെങ്കിൽ നിനക്ക് സത്യം വേണം. അതുകൊണ്ട് അസത്യമാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നീ പ്രായശ്ചിത്തത്താൽ വിശുദ്ധീകരിക്കണം. അതാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതം. ഈശ്വരനിൽ സത്യമാകുന്ന ഈശ്വരനിൽ എത്തണമെങ്കിൽ നീ ജീവിക്കുന്ന സമൂഹത്തിൽ സത്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് നീ സമൂഹത്തെ വിശുദ്ധീകരിക്കാനായി സാമൂഹ്യ പ്രവർത്തനം നടത്തണം. അതാണ് ഗാന്ധിജിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന, അടിത്തറയിൽ കിടക്കുന്ന മർമ്മം. ദൈവം സത്യമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഈശ്വരൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ സാധാരണ പറയാറില്ലാത്ത ഒരു ഭാഗമുണ്ട്. സ്വാതന്ത്ര്യമാണ്, സ്നേഹമാണ്, കരുണയാണ്, അതോടെ നീതിയാണ്. ശരിയാണ്, സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നിരീശ്വരവാദികളായിട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം, ദൈവം എന്ന് പറയുന്ന നന്മയും കാരുണ്യവും സത്യവും ഒക്കെയായ ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ദുരിതങ്ങൾ, എന്തുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ, എന്തെല്ലാം യുദ്ധം നടക്കുന്നു, എന്തുകൊണ്ട്? അപ്പം
അതിന് ഉത്തരം ഇതാണ്: ദൈവം സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ദൈവം ഒരിക്കലും തടസ്സം സൃഷ്ടിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം എടുത്തു കളഞ്ഞാൽ ദൈവത്തിൽ തിന്മയുണ്ടാകും. അതുകൊണ്ട് നന്മയായ ദൈവത്തിന്, സ്വാതന്ത്ര്യമായ ദൈവത്തിന് ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് മതിയാകൂ എന്നുള്ളതാണ്. ആ സ്വതന്ത്രനായ വ്യക്തി അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ട് മനുഷ്യൻ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ശരി, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ്? ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ അവൻ അംഗീകരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആ ഒരു മാനുഷികമായ കഴിവിൽ നമുക്ക് നമ്മുടെ സമൂഹം ഇനിയും വളരട്ടെ. അതിന് ഒരു കൂടുതലായിട്ട് പ്രചോദനം നൽകാനായിട്ട് സ്വാമിക്ക് സാധിക്കട്ടെ എന്നൊരു ആശംസയാണ് എനിക്ക് സമർപ്പിക്കാനായിട്ട് തോന്നുന്നത്. ഇനിയും ഇങ്ങനെയുള്ള ആത്മീയ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജന്മദിന ആഘോഷങ്ങൾ ഇനിയും 42എങ്കിലും ഉണ്ടാകട്ടെ. 42എങ്കിലും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളിയുള്ള ഒരു ജന്മദിനാഘോഷമല്ല. മനുഷ്യരൊക്കെ മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ വളരുന്ന ആത്മീയമായ ഒരു ഒത്തുചേരലാണ് ഇത്. ഇങ്ങനെ അല്ലേ? ഇപ്പം എനിക്ക് ഇതൊരു ഒരു ഒരു അത്ഭുതമാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് ഒരുങ്ങാതെ ചിന്തിക്കാതെയൊക്കെ ഒന്ന് സ്വാഭാവികമായിട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ വിസ്മയമാണ് ഇത്. അപ്പം അതുകൊണ്ട് ഇനിയും ചുരുങ്ങിയത് 42 വർഷമെങ്കിലും മനുഷ്യത്വത്തിന് വിളക്കായിക്കൊണ്ട് അത് ആശംസിക്കുന്നത് ഈ മാനുഷികമായ മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ കൂടുതലായിട്ട് വളർന്നു വരട്ടെ. ആ ഒരു ആശംസയാണ് ഇവിടെ നേരുക. അതിൻ്റെ കൂടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങളും നേരുന്നു. മനുഷ്യത്വ കൂട്ടായ്മയിൽ നമുക്ക് എല്ലാവർക്കും വളരാനും ഈ ലോകത്ത് വെച്ച് തന്നെ സത്യമാകുന്ന, കാരുണ്യമാകുന്ന, നീതിയാകുന്ന, സ്വാതന്ത്ര്യമാകുന്ന ദൈവത്തെ കണ്ടെത്തുവാനായിട്ടും നമ്മൾക്ക് സാധിക്കട്ടെ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അത്ഭുതം ഇങ്ങനൊരു വേദിയിൽ വന്നു നിന്ന് സംസാരിക്കാം. ഇവിടെ നേരത്തെ മുകളിലൊരു ബോർഡുണ്ടായിരുന്നു: ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന്. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ രായമ്പിള്ളച്ചേട്ടുണ്ട്, മോഹനപിള്ളച്ചേട്ടുണ്ട്, ഇവിടെ വക്കീലുണ്ട്, അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ് ബ്രദറുണ്ട്, ഫാദറുണ്ട്. നാനാജാതി മതസ്ഥർ വന്നു പോകണം. മനുഷ്യരെ വരാവൂ, ജാതി വരരുത്. അതാണ് നമ്മുടെ ആഗ്രഹം. അച്ഛൻ പറഞ്ഞു വന്നത് ദൈവനിഷേധികളായി പറയുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നാരായണ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് തിരിച്ചു പ്രസംഗിച്ചു. ഗുരുവിൻ്റെ കൂടെ നടന്നിട്ട് തിരിച്ചു പ്രസംഗിച്ചപ്പോൾ അങ്ങ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെയാണല്ലോ പറയുന്നത് സ്വാമി, അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. നമുക്ക് ഇങ്ങനെ പറയാനുള്ള റൈറ്റ് ഉള്ളതുപോലെ അങ്ങനെ പറയാനുള്ള റൈറ്റ് സഹോദരൻ അയ്യപ്പനും ഉണ്ടല്ലോ. ശരിയോ തെറ്റോ എന്ന് ഗുരുദേവൻ പറഞ്ഞില്ല. നമുക്കിങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ എഗൻസ്റ്റായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. അപ്പം രണ്ടിനെയും ഉൾക്കൊള്ളുക, നന്മയെയും തിന്മയും ഉൾക്കൊള്ളുക. അതാണ് വിശാലതയുടെ പ്രത്യേകത. ആഴമേറു നിൻമഹസ്സാം അഴി, അതാണ്. സഹോദരങ്ങളെ, ഇനി ഒരാശംസ കൂടി നമുക്കിവിടെ അനിൽ ദേവ് നൽകും. അതിനുശേഷം കേക്ക് മുറിച്ചിട്ട് പിന്നീട്
നമുക്ക് വീണ്ടും ചടങ്ങിലേക്ക് പ്രവേശിക്കാം. വിശക്കുന്നവർ ഇവിടെ ഇരിക്കരുത്, എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലണം. അന്നവിചാരം മുന്നവിചാരം, കാര്യവിചാരം പിന്നെ വിചാരം. വിശക്കുന്നവർ പ്രായഭേദമന്യേ എഴുന്നേറ്റ് പോയി ആഹാരം കഴിച്ചിട്ട് വന്നിവിടെ ഇരിക്കാം. അതിന് പ്രത്യേകതയൊന്നുമില്ല. വിശക്കുന്നു എന്ന് തോന്നിയാൽ ഷുഗറുള്ളവർ, പ്രഷറുള്ളവർ, പിന്നെ ബ്രദറിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന സാധനമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്യുവർ വെജിറ്റേറിയൻ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കോഴിയും മട്ടനും എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ആരും കാണാതെ എൻ്റെ മുറി വെച്ച് തരാവുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. കഴിച്ചിട്ടുണ്ട്. സന്യാസത്തിന് മുൻപ് അച്ഛൻ വാങ്ങിത്തന്ന് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചുപ്രായത്തിൽ അച്ഛൻ ഇവിടുത്തെ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. അത് വക്കീൽ പറഞ്ഞല്ലോ. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളുടെയും കോൺട്രാക്ട് പണിയും മേസ്തിരി പണിയും ചെയ്തിട്ടുള്ള ആളാണ് അച്ഛനും വല്യച്ഛനും എല്ലാം. ഈ പ്രദേശത്ത് ഓടിട്ട വീടുകൾ ഉണ്ടായിരുന്ന സമയത്ത് വല്യച്ചാച്ചനായിരുന്നു അതിൻ്റെ ആൾ. പിന്നെ കോൺക്രീറ്റിലേക്ക് വന്നപ്പോൾ അച്ചാച്ചനായി. ഓടും കോൺക്രീറ്റും ഒക്കെ. അന്ന് 100 പണിക്കാരുള്ള ഒരു മേസ്തിരിയാണ്. തമിഴരും, അന്ന് ബംഗാളിയില്ല, തമിഴരും ഇവിടുത്തുകാരും. അത്രയും വലിയൊരു കോൺട്രാക്ടർ പല സൈറ്റുകളിലേക്ക് ഓടുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ഇച്ചിരി പൈസയൊക്കെ അടിച്ചു മാറ്റി ജയൻ്റെ പടവും ബേക്കറിയിലെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ പേരും പെരുമയും ഞാൻ ഇപ്പോഴും എൻ്റെ പേരല്ല പറയുന്നത്. എനിക്കൊരു അഡ്രസ്സില്ല. തോട്ടുപുറത്തെ ആരുടെ മകനാണെന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും. ശ്രീധരൻ്റെ മകൻ. ആ ശ്രീധരൻ്റെ മകനാണോ? അതാണ് അത്ഭുതം. അതാണ് എൻ്റെ പേര്. അച്ചാച്ചൻ്റെ പേര് നിൽക്കണം. എൻ്റെ പേരല്ല അറിയപ്പെടേണ്ടത്. നമ്മുടെ അച്ചാച്ചൻ്റെ അമ്മയുടെയും പേര് നിലനിർത്തുന്നതിനാണ് പാരമ്പര്യം എന്ന് പറയുക. അച്ഛനെ അമ്മയും എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അനിൽ ദേവ് പ്ലീസ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുരുദേവൻ മാസികയുടെ മാനേജിങ് എഡിറ്റർ ഇവിടെയുണ്ട്. ആലുവയിൽ നിന്ന് വന്നതാണ് ഓംകാർ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്തേ. ആരാധ്യനായ ബ്രഹ്മശ്രീ ശ്രീ ശിവബോധാന സ്വാമി, എനിക്ക് മുൻപ് സംസാരിച്ച ഫാദറും ബ്രദറും, ഈ വേദിയിൽ കൂടിയിരിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ആവശ്യമില്ല. സ്വാമി തന്നെ പറഞ്ഞു, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അന്നവിചാരം മുൻവിചാരം 12 മണിക്ക് അനാവശ്യമായി അധിക പ്രസംഗം നടത്തുക എന്നത് തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഇതുപോലുള്ള സംഗമങ്ങൾ ഇന്നീ സമൂഹത്തിന് ആവശ്യമാണ്. നാനാ ജാതി മതസ്ഥരെ ഒത്തുചേർത്ത് പറയുവാനുള്ള കാര്യങ്ങളും അറിവുകളും യോജിപ്പുകളും വിയോജിപ്പുകളും ഒരേപോലെ നമ്മൾ പങ്കുവച്ച് ഈ സമൂഹത്തിന് നമ്മൾക്കെന്ത് നൽകാൻ പറ്റും എന്നുള്ളത് നൽകുക എന്നുള്ളതാണ് ഇതുപോലുള്ള സംഗമങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് മുൻപ് സംസാരിച്ചിരിക്കുന്ന മാന്യ വ്യക്തികൾ എല്ലാം പറഞ്ഞ ഒരു കാര്യം മാത്രമാണുള്ളത്, സ്വാമിയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണുള്ളത്. മനുഷ്യൻ എന്താണ്, മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ്? മനുഷ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലി, സിമ്പിളായിട്ട് പറയും, ഇരുകാലി മൃഗം എന്ന് പറയും. ഒരു കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചോട്ടെ. 5 ലക്ഷം വർഷമായി മനുഷ്യൻ 5 ലക്ഷം വർഷമായി മനുഷ്യൻ ഈ ഭൂലോകത്ത് ജന്മം കൊണ്ടിട്ട് കെനിയയിൽ നിന്നും 2 വർഷത്തോളം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അവൻ അലഞ്ഞുതീരുകയും അതിനുശേഷമുള്ള 3 ലക്ഷം വർഷങ്ങളാണ് മനുഷ്യകുലത്തിൻ്റെ ഹോമോസാപ്പിയൻസിൽ നിന്നും മനുഷ്യൻ നമ്മൾ ഇന്നത്തെ കാണുന്ന ആധുനിക മനുഷ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. പല പല വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടിച്ചേർന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്നാൽ മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്നും മാറ്റുന്ന രീതിയിൽ മതങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ കാണുന്നത്. പണ്ട് നമുക്ക് ഏത് മതമാണെങ്കിൽ തന്നെയും ആ മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കുക, അതിനകത്ത് ഒരു കുഴപ്പമില്ല. വിശ്വാസമാണ് ഏറ്റവും നല്ലത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത സമൂഹം എന്ന് വെച്ചാൽ വലിയ അപകടകരമാണ്. വിശ്വാസമായിക്കോട്ടെ, പക്ഷേ എൻ്റെ മതത്തിന് മുകളിലാണ് മറ്റുള്ള മതത്തിന് മുകളിലാണ് എൻ്റെ മതം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മാറുമ്പോഴാണ് മനുഷ്യൻ അപകടകാരിയായി മാറുന്നത്. ഈ വർഷത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. സർവമത സമ്മേളനം നടന്നതിൻ്റെ 100ാം വാർഷിക വർഷമാണ്. ഒരു കാലഘട്ടത്തിൽ 100 വർഷത്തിന് മുമ്പ് ശ്രീനാരായണ ഗുരു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ അന്നത്തെ സാമൂഹിക കാലാവസ്ഥയിൽ
വളരെ തീവ്രമായിരുന്ന സമയത്ത് ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുവാൻ കാണിച്ചിരിക്കുന്ന ആർജവവും അതിന് അധ്യക്ഷനായിരുന്ന ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹമാണ് അയ്യരായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹമാണ് അതിൻ്റെ അധ്യക്ഷനാകുകയും മനുഷ്യനാണ് മനുഷ്യത്വം കളഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളുമാകരുത്. മതമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുവാനും അറിയിക്കാനുള്ളതാണ്. അല്ലാതെ ഒരു മതത്തിന് മുകളിലും വേറൊരു മതത്തിന് സ്ഥാനമില്ല. ഒരു മതത്തിന് മുകളിൽ വേറൊരു മതം വന്നു കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ അവിടെ വിപ്ലവമാണ് ഉണ്ടാകുന്നത്. നമുക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. വളരെ ചെറിയ കാലഘട്ടം മാത്രമേ നമുക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പണിക്കർ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ നമ്മൾ കാണിക്കുന്ന ഈഗോസൊക്കെ എന്താണുള്ളത്? മേലോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന ശരീരം കാണാൻ നമ്മുടെ വീട്ടുകാർക്ക് പേടിയാണ്. ആദ്യം ആലോചിച്ച് നോക്കണം. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഞാൻ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്. ഞാൻ ഈ ശരീരം ഇല്ലെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഷർട്ട് അവർ കാണുമ്പോഴത്തേക്ക് അവർക്കത് പേടിയായിരിക്കും. ഏത് മരണ വീട്ടിൽ ചെന്നാലും നിങ്ങൾ നോക്കിക്കോണം, മരണം കഴിഞ്ഞാൽ ആദ്യമേ ഡിസ്പോസ് ചെയ്യുന്നത് പരേതൻ്റെ വസ്ത്രങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. കാര്യം പിന്നെ പേടിയാണ് മനുഷ്യൻ. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ സൃഷ്ടിക്കുന്നു. ഒന്ന് ചിരിച്ചാലോ, ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, ഒന്ന് ക്ഷമ ചോദിച്ചാലോ, അല്ലെ ഞാൻ നിന്നെയൊക്കെ ക്ഷമിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒന്നും നമുക്ക് താല്പര്യമില്ല. ഞാൻ വലിയവനാണ്, എനിക്ക് എല്ലാവരെയൊക്കെ എൻ്റെ ഈഗോസ് ഒരിക്കലും എനിക്ക് കുറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നാളുടെ മോനാണ്, എനിക്ക് തലകുരിച്ച് ശീലമില്ല, അല്ലെങ്കിൽ ഇന്നാളുടെ മോനാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ മിഥ്യാധാരണകൾ നടക്കുകയാണ്. നമുക്ക് പ്രളയം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, വിശപ്പിൻ്റെ വില നമ്മൾ കണ്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അങ്ങ് ഫാദർ വളരെ സരസമായി പറഞ്ഞു. 42 വർഷവും കൂടെ ഞാൻ വിജയാശം എന്ന് വെച്ചാൽ ബ്രഹ്മശ്രീ ശിവബോധ സ്വാമി സെഞ്ചുറി അടിക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ രത്നചുരുക്കത്തിൽ സ്വാമി പറഞ്ഞു വെച്ചത്. തന്നെ കാര്യമല്ല, ശിവബോധനാഥ സ്വാമിയെപ്പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്, സൗമ്യമാണ്. കാര്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള സ്വാമിയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കുവാൻ ഈ ഉള്ളവന് ഭാഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ഇതും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ. ഞാൻ ചോദിച്ച് മേടിച്ചാണ്, പുതുതായിട്ട് വന്ന ആളാണ്. അനിൽജി ഇന്നലെ എൻ്റെ അടുത്ത് ഓങ്കാർ വിളിച്ച് പറഞ്ഞു, ഒരു ആശ്രമത്തിലേക്ക് പോകാം, പഠിക്കൽ വരണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാനാണ് 8-ാം തീയതി എൻ്റെ മൂത്ത മകൾ ഓസ്ട്രേലിയയിലാണ്. അങ്ങോട്ട് പോകാനുള്ള തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ പോണ്ടേ ഞാൻ പറഞ്ഞു രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വരാം. ഏതൊക്കെയാലും വളരെ സന്തോഷം ആയി ഇവിടെ വന്നപ്പോൾ. ആ കേക്കുമ്പിലേക്ക് നോക്കിയപ്പോൾ സ്വാമി അച്ഛ എന്നാണ് ഇവിടെ, അത് ഈ അന്തേവാസികളെല്ലാവരും കൂടി ചെയ്തേക്കണമെന്നാണ് എനിക്ക് തോന്നണേ. സന്തോഷമായി. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സങ്കേതത്തിൽ ഞാൻ ഇതേപോലെ പാലയിലൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, മരിയ സദനം. അവിടെ ഇതേമാതിരി ഈ കുട്ടികളെയൊക്കെ നോക്കണ, വയ്യാത്ത ആളുകളെയൊക്കെ നോക്കണ ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. ചില കൗൺസിലിംഗ് ക്ലാസ്സും മോട്ടിവേഷൻ ക്ലാസ്സും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും സ്കൂളിൽ കോളേജിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ വരികയും ഇന്നത്തെ നമ്മുടെ സ്വാമിയുടെ ഈ പിറന്നാൾ ദിന മംഗളത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ വന്ന വഴി അനിലിന് പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഞാൻ പറയാണ്. ആളുകളെല്ലാവരും ഭയങ്കരമായിട്ട് മസിൽ പിടിച്ച് നടക്കാണ്. ജാതിയുടെ ഇത്, പിന്നെ കുടുംബ മഹിമ, തൊഴില്, വിദ്യാഭ്യാസം, സാമ്പത്തികം, ഇതെല്ലാം വച്ചിട്ട് മസിൽ പിടിച്ച് ഞാനടാ വലിയവൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ അനിലിൻ്റെ വന്ന വഴി വണ്ടിയിൽ യാത്ര ചെയ്ത് വന്ന വഴി പറയായിരുന്നു, എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. അടുത്ത സെക്കൻഡിൽ ഈ ശ്വാസം വലിക്കാൻ കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞിടപാട്. അത്രേ ഉള്ളൂ നമ്മളെല്ലാവരും. അപ്പോൾ ആ ചിന്ത എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുവോ, അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ലവലേശം ആ മനുഷ്യനെ ബാധിക്കില്ല.
അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോണെങ്കിൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പണ്ട് കാലത്ത് കാർന്നവന്മാർ പറയാം 2 കൈ കൂട്ടി അടിച്ചാൽ മാത്രമാണ് ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം നമ്മുടെ ബക്കറ്റ് കയറാൻ പറ്റുന്ന ആളുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു പോവുകയും അവർ പറയണത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവിക്ക് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ആ രീതിയിൽ നമ്മുടെ സ്വാമിജിക്ക് സന്തോഷകരമായ രീതിയിൽ ദീർഘകാലം സംഗതി ജീവിച്ച് ഇതേമാതിരിയുള്ള പുണ്യപ്രവർത്തനങ്ങളെല്ലാം നടത്തി നല്ല നിലയിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ GDPSൻ്റെ ഗുരുധർമ്മ പ്രേം സഭയുടെ സ്റ്റേറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള സാറിനെ ഒരാശംസ പറയുന്നത്. സ്വാമിജി 58ാം പിറന്നാൾ ആഘോഷിക്കുന്ന സ്വാമിജിക്ക് ഒരു 48 വർഷം കൊണ്ട് ജീവിച്ചിരുന്ന് 100 വർഷത്തെ കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഞാനുമായി വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളവർ തെക്കൻ ഭാഗത്തുള്ള എഴുതപ്പെട്ട പരിപാടികൾക്കെല്ലാം സ്വാമിയെ ഞാനാ കൊണ്ടുപോകാറുള്ളത്. ഞങ്ങൾ സ്കൂളുണ്ട് അവിടെ, ആ പരിപാടിക്കെല്ലാം ഞാൻ സ്വാമിയെ കൊണ്ടുപോകാറുള്ളതാണ്. ഇങ്ങനെ പരിപാടിക്ക് സ്വാമിയെ വിളിച്ചപ്പം ഇത് കാലാവസ്ഥ എന്തായാലും നല്ലതായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാൻ ഓച്ചന വരുന്നത് ഇത്രയും നേരത്ത് വരാൻ പറ്റിയത്. സ്വാമി ഒരു സമയത്ത് എന്തായാലും ഈ ആശ്രമത്തിൽ നിന്നും ശിവരിയിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് സ്വാമി ഈ പണ്ടേ തൊട്ടേ ഇങ്ങനെ ഞാൻ കാണുമ്പോഴും ഞാൻ പറയാറുണ്ട് സ്വാമി ശിവരി മഠത്തിലേക്ക് വരണമെന്ന്. പക്ഷെ സ്വാമി ഈ നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും വരാത്തത്. സ്വാമിക്ക് എല്ലാവിധ ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്നും എല്ലാവിധ ഭാവത്യാഗം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇവിടെ ഇത്രയും മഹാത്മാക്കൾ എല്ലാം ജന്മദിനാശംസകളും മറ്റു കാര്യങ്ങളും എല്ലാം സംസാരിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ട് സമയം അതിക്രമിച്ചു. ഈ സമയത്ത് ഒരു പ്രഭാഷണത്തിൻ്റെയോ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ പറഞ്ഞു കേട്ടതിൻ്റെ ഒരു ചെറിയ ഭാഗം പറയാതിരിക്കാനും തോന്നുന്നില്ല. നമ്മൾ ഇവിടെ പലരും ജന്മദിന ആണ് ആശംസയാണെന്ന് പറഞ്ഞു. സന്യാസ സമൂഹത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം വളരെ വിരളമാണ്. സന്യാസികൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും വേണ്ട, സന്യാസം സംതൃപ്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ജന്മദിനം ആഘോഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെ? ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സന്യാസിമാർ ജന്മദിനം ആഘോഷിക്കും. കാരണം സമാധിക്ക് ശേഷം ആഘോഷിക്കുന്നില്ലെന്നുള്ള അദ്ദേഹം അറിയുന്നില്ല, നടത്തിക്കൊണ്ട് പോകാനും സാധിക്കില്ല. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇതുണ്ടാവും. അപ്പം അതുകൊണ്ടൊരു സന്യാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ജന്മദിനത്തെപ്പറ്റി സംസാരിക്കാൻ തന്നെ അർഹതയില്ല. പിന്നെ നമ്മുടെ പ്രാസംഗികർ കേരളം, അന്നത്തെ കേരളത്തിൻ്റെ ഉത്തരവാദികളുണ്ടായിരുന്നു. ഒരു മഹാത്മാവ് പറഞ്ഞു മറയ്ക്കലിന് കരം വാങ്ങിച്ചു എന്ന്. അങ്ങനെ മറയ്ക്കലിന് കരം വാങ്ങിച്ചെങ്കിൽ ആ മറയ്ക്കുന്നവരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ നേതാക്കൾ അന്ന് ഈ കരം വാങ്ങിച്ച ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം അനുഭവം 74 വയസ്സുള്ള ചെങ്ങന്നൂർ താലൂക്കിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും 1970, 69, 70 കാലഘട്ടത്തിൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് കുടുംബത്തിലെ കുട്ടികൾക്കും നാട് വിട്ട് പോയി മഹാരാഷ്ട്രയിൽ പോയിട്ട് തിരിച്ചൊക്കെ വന്ന് ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിപ്പോയാണ്. 24 വർഷത്തോളമായിട്ട് എത്താവുന്ന പുണ്യസ്ഥലങ്ങളിലെല്ലാം എത്തിയൊരു മഹാത്മാവാണ്, ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഗുരുവായൂരായിട്ട് തന്നെ 14 വർഷത്തെ 15 വർഷത്തോളമായി അവിടെയും പ്രസ്ഥാനം ചെയ്തു. പക്ഷെങ്കിൽ അന്ന് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും കാര്യത്തിന് ഏറ്റെടുക്കുന്നവരോ കുടിപിടിക്കുന്നവരോ അതിനെ പിൻബലം പറ്റുന്നവരോ ആനുകൂല്യം പറ്റുന്നവരോ മുൻപോട്ട് വരുന്നുണ്ടോ? എന്നെ ഒരു വലിയ വാറണ്ട് മിസ്സെന്ന് പറഞ്ഞൊരു വാറണ്ട് ഉണ്ടെന്ന് ആരോ അനുസരിച്ച് എൻ്റെ ബന്ധുവായ പോലീസുകാരൻ എന്നെ പിടിച്ചു കൊടുക്കാമെന്ന് ചട്ടം കെട്ടി എൻ്റെ വീട്ടിൽ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ ഞാൻ രാത്രിയിൽ അമ്മയെ കാണാൻ വേണ്ടി, കാരണം അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു അവന് മരിക്കുന്നതിന് മുന്നേ കാണാൻ വന്നപ്പോൾ അന്നത്തെ ഇവിടുത്തെ ഈ ഒരു CAയുടെ അമ്മ അരിവാളുമായിട്ട് എൻ്റെ വീടിൻ്റെ പുറകിൽ കാവൽ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്പ്രാനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ പിന്നെ ഞാൻ ഭൂമി വെച്ചേക്കത്തില്ല. അപ്പോൾ എൻ്റെ ബന്ധുവാണ് എന്നെ പിടിച്ചു കൊടുക്കാൻ അവിടെ നിൽക്കുന്നത്. ഏറ്റവും എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസി എന്ന് പറയാം. കാരണം വെച്ചാൽ
എന്നെക്കാട്ടിലൊക്കെ ഒരുപാട് മൂത്തും പിന്നെ വർഷത്തിന് മുൻപ് സന്യാസം എടുത്ത, പക്ഷേ എന്നെക്കാട്ടിൽ വളരെ പ്രായം കുറവാണ്. ഏതാണ്ട് 18-19 വയസ്സ് പ്രായം കുറവ്. അങ്ങനെ ഒരു വ്യക്തിത്വം വന്നിരിക്കാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പുണ്ണിൽ കുത്താതെ കണ്ട് ഇത് വരാതിരിക്കാനുള്ള വഴി, ഇത് നമ്മുടെ മുമ്പിൽ അത് ഒരുത്തൻ കാണിക്കുന്നെങ്കിൽ ആൽബിൻ പറഞ്ഞ പോലെ കൈക്ക് കൈയെ കാലിന് കാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി പോസ്റ്റ് ഒട്ടിച്ച് വ്യക്തിയായി നിൽക്കുന്നത് അത് പിന്നെ ആവശ്യമുണ്ട. പക്ഷേ കൈക്ക് കൈ കാലിന് കാലുള്ളത് കളഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമ്മളെ ഇന്ന് തന്നെ നമ്മുടെ ചെങ്ങന്നൂർ താലൂക്കിൽ ഇപ്പോൾ തന്നെ കുതിരവട്ടം ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു, അവിടുത്തെ പറ്റി പിന്നെ ഇവിടുത്തെ പറ്റി പറഞ്ഞു. ഇവിടെയൊക്കെ പോലും ഇന്ന് എന്താണ് നടക്കുന്നത്? അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇത് പറയുന്നവരും തങ്ങളുള്ള അന്തരമല്ല, ഇത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണ് നമുക്ക് ചിന്തിക്കാൻ ഒരവസരം ഉണ്ടാക്കിയത് നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാമിജി വളരെ കാലം ഇത് പ്രവർത്തികൾ വേണ്ടി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കിനി കേക്ക് മുറിക്കാം. അതിനുശേഷം ആശംസകളും കൃതജ്ഞതയും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ അന്നദാനമുണ്ട്. എല്ലാവരും അടപ്രഥമനൊക്കെ കഴിച്ച് മടങ്ങാവൂ എന്നറിയിക്കുന്നു. ഞങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഒരു കുടുംബനാഥനായി ഞങ്ങളുടെ എല്ലാ പരിഹാരക്രമങ്ങൾക്കും പരിഹരിക്കുന്നതും ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതുമായ സ്വാമിക്ക് ദീർഘായുസ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന ആൽബിൻ ബ്രദർ അങ്ങനെ വൈദികരായ എല്ലാ സഹോദരങ്ങൾക്കും ഇങ്ങനെയുള്ള നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുദേവൻ മാസികയുടെ എല്ലാമായി പ്രവർത്തിക്കുന്ന ഓങ്കാർ അവർക്കും അങ്ങനെ ഇവിടെ വന്ന നല്ലവരായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ അനുഗ്രഹവർഷമുണ്ടാകട്ടെ. സ്വാമിജിക്ക് നാൾക്കുനാൾ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഭഗവാൻ ആയുസ്സും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ. ജയ് SNDP യോഗം. നമസ്തേ.